കർത്താവ് നമുക്ക് തന്ന ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. അതിനായിട്ട് 48-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് ഈ രാത്രിയിലെ ഈ നമ്മുടെ ഹല്ലേലൂയ ചിന്തയ്ക്കായിട്ട് വായിക്കേണ്ടത്. ഈ വർഷ അവസാന സമയങ്ങളിൽ നമ്മുടെ പുതുവർഷത്തിൻ്റെ ആരംഭത്തിങ്കൽ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാനുള്ള ദൈവശബ്ദത്തിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഹല്ലേലൂയ ദൈവവചന കേൾവിക്കായിട്ട് ഒരുങ്ങാം. വളരെ വേഗത്തിൽ സങ്കീർത്തനങ്ങൾ 48 അതിൻ്റെ 14-ാമത്തെ വാക്യം. നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നോട് സംസാരിക്കണമേ എന്ന് എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ നിങ്ങൾക്കായി ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ വാഞ്ചയുണ്ട്, വലിയ ആഗ്രഹമുണ്ട്. എനിക്കറിയാം ഹല്ലേലൂയ ബലഹീനതയോടെയൊക്കെ നമ്മൾ ഇതിനകത്തിരിക്കുമ്പോഴും സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ മധ്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അസാധാരണമായ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചെയ്യാനുണ്ട്. ഒരു ഹല്ലേലൂയ ദൈവത്തിൻ്റെ ചലനം ഇന്ന് രാത്രി സംഭവിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഹല്ലേലൂയ നമ്മൾ വചനത്തിൽ കേട്ടതുപോലെ സ്തോത്രം പെട്ടെന്നുണ്ടാകുന്ന ചില വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിച്ച് ചില വിടുതലോടെ പുതുവർഷത്തിൽ പ്രവേശിക്കത്തക്കവണ്ണം വലിയ പ്രതീക്ഷയുടെ നാളുകൾ മുമ്പിൽ വരത്തക്കവണ്ണം ദൈവം ഒരു വാതിൽ തുറക്കണമെന്ന ഒരു വാഞ്ച എനിക്കുണ്ട്. വചനം ഹല്ലേലൂയ ഇരുവായി തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണെന്നും അത് തീ പോലെയും പ്രാണനെ ഹല്ലേലൂയ തീ പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും ചലിക്കുമെന്നും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ഈ രാത്രി അത് ചലിക്കേണ്ടതിന് ഒരു നിമിഷം ക്ഷീണം മറന്ന് ഭാരം മറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ എല്ലാ ദൈവമക്കളും ദയവായിട്ട് എല്ലാ സഹോദരന്മാർ സഹോദരിമാർ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞു, നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടു, പാട്ടുകൾ കേട്ടു. സ്തോത്രം. ഈ വർഷത്തിൻ്റെ അവസാനത്തിങ്കിൽ ഇങ്ങനെ ഈ ഹല്ലേലൂയ കസാരയിൽ ആരോഗ്യത്തോടെ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ അനുഭവിപ്പാൻ കൃപ ചെയ്ത ദൈവം തുടർന്ന് എന്നോട് സംസാരിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ വഴി നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ കർത്താവേ ദൈവദാസനിലൂടെ എന്നോട് ഇടപെടണമേ എന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ വലത് കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ വ്യക്തതയോടെ എന്നോട് സംസാരിക്കണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഞാൻ പറയട്ടെ, ഇത് പിശാചിൻ്റെ രാത്രിയല്ല, പുതുവർഷം പിശാചിൻ്റെ വർഷമല്ല. തുടർന്നുള്ള നാളുകൾ ഹല്ലേലൂയ അത് ഒരിക്കലും സാത്താന് ഉള്ളതല്ല. നമ്മെ ദൈവം പ്രയോജനപ്പെടുത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ ഉയർത്തുന്ന ഹല്ലേലൂയ പ്രതീക്ഷയുടെ വർഷമാകിയാൽ, ദൈവപ്രവൃത്തിയുടെ വർഷമാകിയാൽ, പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം തരുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് യേശുപ്പച്ച എന്നോട് ഇന്ന് രാത്രി സംസാരിക്കണമേ, എന്നോട് ഇന്ന് രാത്രി ഇടപെടണമേ എന്ന് അല്പം കൂടെ ശബ്ദമുയർത്തി നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി ആ ശബ്ദം കേൾക്കട്ടെ. ഒരു പിശാചിനും എന്നെ തകർക്കാൻ പറ്റത്തില്ല, ഒരു പാതാള ഗോപുരം ഇന്ന് രാത്രി ജയിക്കത്തില്ല. ഈ വചനം എന്നെ നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാൻ തുടങ്ങ്. ഒരാത്മസ്പർശം നിന്റെ മേൽ വെളിപ്പെടുകയാ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് ദൈവം വെളിപ്പാടുകളെ തരാൻ പോകുക. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കാൻ പോകുക. നീ തന്നെ കർത്താവിന് വേണ്ടി വേർതിരിയുന്ന രാത്രിയായി മാറാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നു അസാധാരണമായ സൗഖ്യത്തിന്റെ ശക്തി ഒരു തീ പോലെ ഇതിനകത്ത് ജ്വലിക്കുകയാണ്. ഹല്ലേലൂയ അസാധാരണമായ സൗഖ്യത്തിന്റെ ആത്മാവിന്റെ ശക്തി യേശു കർത്താവിനോട് കൂടെ ഇരുന്ന് സൗഖ്യമാക്കിയ അതേ പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ചലിക്കുമ്പോൾ പിടിച്ചു നിർത്തുന്നത് പോലെ ചില രോഗങ്ങൾ ഹല്ലേലൂയ ഈ രാത്രി അഴിഞ്ഞു മാറും എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രി ചിലർ കൂടെ കരുത്തരാകാൻ പോകുക. ഇന്ന് രാത്രി ചിലർ കൂടെ അഭിഷക്തരാകാൻ പോകുക. ചിലതിന്റെ മേൽ ദൈവത്തിന്റെ നിയോഗങ്ങൾ വന്നു വീഴുകയാ. ഈ രാത്രി കാത്തിരിക്കുന്ന ചിലർ മുഷിഞ്ഞ് ഹല്ലേലൂയ തളരുന്നവരല്ല, ഉണർവോടെ ഈ രാത്രി യേശു അപ്പയുടെ മുഖത്തേക്ക് നോക്കുന്ന ചിലതിനോട് സംസാരിപ്പാനുണ്ട്, ചിലതിന് കൈമാറാൻ ചിലതുണ്ട്, ചിലതിന്റെ വിടുതൽ ഹല്ലേലൂയ ഇന്ന് രാത്രി അവരുടെ കരത്തിൽ കൊടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ശക്തിയോടെ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ, ശക്തിയോടെ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, പരിശുദ്ധ ആത്മാവിൽ പോരാടട്ടെ. ഹല്ലേലൂയ കഴിയുന്ന എല്ലാവരും ആത്മാവിൽ അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ഒരു വർഷം ഹല്ലേലൂയ പിശാചെ നീ തകർക്കാൻ നോക്കിയിടത്ത്, നീ ഉടച്ചെറിയാൻ നോക്കിയിടത്ത് ആയുസ്സോടെ ആരോഗ്യത്തോടെ നിർത്തിയ ദൈവത്തിന് എന്നെ കുറിച്ച്
പദ്ധതി ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അതരം തുറന്ന് ദൈവം തന്ന ആരോഗ്യത്തിനൊത്തവണ്ണം, ദൈവം തന്ന അഭിഷേകത്തിനൊത്തവണ്ണം, ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം അസാധാരണമായ നിലകളിൽ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ഒരു രാത്രി കൂടി ആത്മപ്രവാഹം ഇതിന്റെ അകത്ത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അസാധാരണ ശക്തി ഇന്ന് രാത്രി ഒന്നുകൂടെ ചലിക്കുമ്പോൾ അത് വിടുതലായി മാറുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാകയാൽ സന്തോഷിച്ച് 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 ദൈവത്തിന് മഹത്വം കൊടുക്ക്. കർത്താവ് എല്ലാ തടസ്സങ്ങളും ഈ രാത്രി മാറട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ സാത്താന്റെ വ്യാപാര ശക്തികൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ തകരട്ടെ. ദൈവവചനത്തിന് വിരോധമായി ദൈവ പ്രവർത്തിക്കെതിരെ നിൽക്കുന്ന സകല അന്ധകാര വ്യാപാരങ്ങൾ ഈ രാത്രി ഇപ്പോൾ ഉടയുവാൻ ദൈവം തന്ന അധികാരത്തിൽ ദൈവത്തിന്റെ അഭിഷക്തനായി നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കൽപ്പിക്കുന്നു, വാതിലുകൾ തുറന്നിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Thank you, Jesus. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വർഗം നിശ്ചയിച്ചത് ഇന്ന് രാത്രി ഞങ്ങൾക്കായി അങ്ങ് നൽകണം. ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാറ്റിനും നന്ദി, എല്ലാ മഹത്വവും കർത്താവിന്. ഞങ്ങളോട് സംസാരിക്കും, കേൾക്കാൻ കർത്താവേ. മഹത്വം അങ്ങേക്ക് മാത്രമായിരിക്കും, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടെ ദയവായിട്ട് ആ വായിക്കാമോ? 48-ാം സങ്കീർത്തനം 14-ാം വാക്യം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. സ്തോത്രം. ഈ രാത്രി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ആദ്യമേ പറയാം, 2024 മാത്രമല്ല, ജീവിതത്തിന്റെ അറ്റം വരെയും ഈ ദൈവം കൂടെ ഉണ്ടാകും. ഈ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകും. വഴി നടത്തുന്നവനായി, കരുതുന്നവനായി, ആശ്വസിപ്പിക്കുന്നവനായി, എല്ലാ അർത്ഥത്തിലും ഈ ദൈവം എന്നോട് നിങ്ങളോട് ഉണ്ടാകും. ആമേൻ. സ്തോത്രം. ആമേൻ. അത് ഹല്ലേലൂയ വളരെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട വിഷയമാണ്. ഇത് ഹല്ലേലൂയ വായിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ അധരത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റണം, ഈ ദൈവം എൻ്റെ ദൈവമാണ്, അവൻ ജീവപര്യന്തം വഴി നടത്തും. ആമേൻ. നടത്താൻ ആളുണ്ടെങ്കിൽ നടക്കാൻ വലിയ സുഖമാണ്. അനുഭവിച്ചവർക്കറിയാം, നടത്താൻ ഒരാളുണ്ടെങ്കിൽ നടക്കാൻ വലിയ സുഖമാണ്. സ്തോത്രം. വഴി ഹല്ലേലൂയ തെറ്റാതെ നടത്താൻ ഒരാളുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? 2024 വഴി തെറ്റാതെ കരം പിടിച്ച് നടത്താൻ ദൈവം കൂടെ ഉണ്ടെങ്കിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ നിങ്ങൾക്ക് സന്തോഷമില്ല, ഞാൻ ഒന്നുകൂടെ പറയാം, നടത്താൻ ഒരാളുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം. നടത്താൻ ഒരു ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നടക്കുന്ന എത്ര പേർ പറയും? അവൻ നടത്തിയാൽ വീഴത്തില്ല കേട്ടോ. സ്തോത്രം. അവൻ നടത്തിയാൽ തളർന്നു പോകത്തില്ല. അവൻ നടത്തിയാൽ അന്ത്യം വരെ നടത്തും, വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. സ്തോത്രം. ആമേൻ. ഒരു പ്രോമിസ് ആയിട്ട് ഏറ്റെടുത്തോ, ഒരു വാഗ്ദത്തമായിട്ട് ഏറ്റെടുത്തോ. ആമേൻ. ഈ നാളുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ശക്തിയോടെ അനുഭവിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ നടത്തിപ്പ് നമ്മൾ ഹല്ലേലൂയ ശക്തിയോടെ, ആമേൻ, ഹല്ലേലൂയ അനുഭവിക്കാൻ പോകുക. ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവം. ഏത് ദൈവം? വലിയൊരു ചോദ്യം. ആമേൻ. സ്തോത്രം. പൗലോസിന്റെ ഭാഷയിൽ പൗലോസ് പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. അങ്ങനെ പറയുന്ന വിശ്വാസികൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് ഹല്ലേലൂയ എന്നോട് ചേർന്ന് പറയാൻ പറ്റും, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം. ഹല്ലേലൂയ. പൗലോസ് പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഏത് ദൈവമാണ് നമ്മെ നടത്തുന്നത്? നാം വിശ്വസിക്കുന്ന, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ്. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, ആമേൻ, ഞാൻ അറിയുന്നു എന്ന് ഉറപ്പോടെ പറയാൻ ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ നീ വിശ്വസിക്കുന്ന ആ ദൈവം നിന്നെ ജീവപര്യന്തം വഴി നടത്താൻ ശക്തനാണ്. ആ ദൈവത്തെക്കുറിച്ച് ഇന്ന് രാത്രി ഹല്ലേലൂയ നീ പറയണം, അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തും. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഹല്ലേലൂയ പാടിയത് ഉറപ്പാണ്, നമ്മെ ഹല്ലേലൂയ ദൈവം വഴി നടത്തിയിരിക്കും. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ വഴിയില്ലാതെ, വഴി അറിയാതെ, ആമേൻ, ഹല്ലേലൂയ വലയുകയല്ല, വലയാൻ പോവുകയല്ല. കൃത്യതയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഹല്ലേലൂയ നടത്താൻ പോകുക. സ്തോത്രം. ആമേൻ. ദൈവം നമ്മെ നടത്തുമ്പോഴാണ് ദുർഘടങ്ങൾ നിരപ്പാകുന്നത്. സ്തോത്രം. ദൈവം നടത്തുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ താമര കഥകൾ തുറക്കുന്നത്. ദൈവം നടത്തുമ്പോഴാണ് ഇരുമ്പോടാമ്പലികൾ ഖണ്ഡിക്കപ്പെടുന്നത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അസാധാരണമായ പ്രവർത്തികൾ നടക്കും. 32-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ച്. 32-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ചുള്ള ആ ചിന്തകൾ നിങ്ങൾ എടുക്കണം. ഹല്ലേലൂയ. ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരാൻ ദൈവത്തിന് പറ്റും. പക്ഷേ ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആ വാക്യം കാണാതെ അറിയാം, അതിൻ്റെ ആവശ്യകത ഉള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവസഭ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇതിൻ്റെ ആകെത്തുക ആമേൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ട ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. നമ്മോട് കൂടെ ഇരുന്ന്
ഇരുന്ന് വഴി നടത്തുന്ന ഒരു ദൈവം, സ്തോത്രം, ആ ദൈവത്തെ നമ്മൾ ഈ ദിവസങ്ങളിൽ അധികം അനുഭവിക്കാൻ പോകുക. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അധികം അനുഭവിക്കാൻ പോകും. എത്ര പേർ കൊതിക്കും എനിക്കറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ദൃഷ്ടി വച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം, ഒരിക്കലും ഹല്ലേലൂയ ഇളകാതെ ദൃഷ്ടി വച്ച് ആലോചന പറഞ്ഞു തരുന്ന, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതെന്നതാ ഹല്ലേലൂയ? ഒരുപാട് വഴികൾ ഈ ഭൂമിയിലുള്ളപ്പോൾ നടക്കേണ്ടുന്ന വഴി കാണിക്കാൻ ദൈവത്തിന് പറ്റുമോ? നിങ്ങൾ ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ, എങ്കിലേ ഹല്ലേലൂയ ആ ദൂത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നടത്താൻ ഒരു ദൈവമുണ്ടെന്ന് പറയുകയും നടക്കുകയും ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. ദൈവത്തോടൊപ്പം നടക്കാതെ സ്വന്തമായി നടക്കുന്നവരുണ്ട്. സ്തോത്രം. അതൊരിക്കലും അനുഗ്രഹമല്ല. 73-ാം സങ്കീർത്തനം 24-ൽ ആസാവ് പറയുന്നു, നിന്റെ ആലോചനയാൽ എന്നെ നീ നടത്തും, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിൽ കൈക്കൊള്ളും. സ്തോത്രം. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ആ സങ്കീർത്തനം അറിയാന്നുള്ളവർക്കറിയാം. അദ്ദേഹം അത് തുടങ്ങുന്നത് എൻ്റെ കാലുകൾ ഏറെക്കുറെ ഇടറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരുപാട് പരാതികളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അദ്ദേഹം തന്നെ പറയുക, കാലുകൾ ഇടറിപ്പോയി. ആ കാലുകൾ ഇടറിപ്പോയ മനുഷ്യൻ ഹല്ലേലൂയ കുറച്ച് കഴിയുമ്പോൾ ധൈര്യത്തോടെ പറയുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും, പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിൽ കൈക്കൊള്ളും. 2023 അവസാനത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏറെക്കുറെ എൻ്റെ പാദം ഇടറി, ഏറെക്കുറെ എൻ്റെ ജീവിതം ഇടറി, ഏറെക്കുറെ ഞാൻ തകർന്നിരിക്കുക, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ആസാവ് പറഞ്ഞതുപോലെ ആരെങ്കിലും പറയുന്നെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, വിശദീകരിക്കാൻ സമയമില്ല. ജീവിതത്തിൻ്റെ തകർച്ചയെക്കുറിച്ചും ജീവിത അനുഭവത്തെ നോക്കി ഇനി മുമ്പോട്ട് പോകത്തില്ല എന്നും പറയുന്നെങ്കിൽ, ഇവിടെ നിന്ന് നീ ശ്രദ്ധിച്ചോളണം, 2024 ദൈവത്തിൻ്റെ ആലോചന കേട്ട് നീ നടക്കാൻ പോവാ. ദൈവത്തിൻ്റെ ആലോചന കേട്ട് നടന്നാൽ പിന്നത്തേതിൽ നീ എത്തുന്നത് മഹത്വത്തിലായിരിക്കും, നിത്യതയിലായിരിക്കും. സ്തോത്രം. എത്ര നല്ല കർത്താവ്. ഈ രാത്രി നിങ്ങൾ എത്ര മുഷിഞ്ഞിരുന്നാൽ ഞാൻ ആവേശത്തോടെ ഇത് പ്രസംഗിച്ച് തീർക്കും. കാരണം അത്രമാത്രം എനിക്ക് സന്തോഷമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ സെക്കൻഡുകൾ, ഇപ്പോൾ എൻ്റെ കൂടെ ദൈവമുണ്ട്, ഇപ്പോൾ എൻ്റെ കൂടെ ദൈവമുണ്ട്. ഒരു വർഷം എന്നെ കൂടെ ഇരുന്ന് ആവശ്യമായ ആലോചനകൾ, നിങ്ങളെ ശുശ്രൂഷിപ്പാനുള്ള വചനങ്ങൾ, ചെന്ന ഇടത്തെല്ലാം ശുശ്രൂഷിപ്പാൻ മാന്യമായ വേദികളൊക്കെ പങ്കിട്ടൊരു വർഷമാണിത്. എല്ലായിടത്തും ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നത് അതിനേക്കാൾ ആഴത്തിൽ എന്നോട് പറ്റിച്ചേർന്ന്, അതിനേക്കാൾ ആഴത്തിൽ എന്നോട് സംസാരിച്ച്, അതിനേക്കാൾ ഹല്ലേലൂയ ഹൃദ്യമായി എന്നോട് ഇടപെടുന്ന ഒരു നിമിഷങ്ങളായിരിക്കും ഈ മണിക്കൂറുകൾ കഴിയുമ്പോൾ കർത്താവ് എനിക്ക് തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ, അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്നോടും കൂടെ ഉള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ നിങ്ങളോട് പറയുന്നു, സ്തോത്രം, വഴി അറിയാതെ ഹല്ലേലൂയ സ്തോത്രം മുമ്പോട്ട് പോകാൻ ഈ വർഷം ഇടയാകത്തില്ല. കൃത്യമായിട്ടും ദൈവം നമ്മെ നടത്തും, കൃത്യതയോടെ ഹല്ലേലൂയ ആലോചന തന്ന് നടത്തും. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യം, സ്തോത്രം, ഇങ്ങനെ കിടക്കുന്നേ, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. ആര് പറയുന്ന ശബ്ദം? ദൈവം പറയുന്ന ശബ്ദം. ഞാനൊന്ന് ഹല്ലേലൂയ തൊട്ടങ്ങ് പോവുക, കാരണം സമയമില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്? സ്തോത്രം. എത്ര പേരെ ഇതിനകത്ത് അത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മളൊക്കെ ദൈവ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. എന്തേലുമൊക്കെ കണ്ടേച്ച് നമ്മളങ്ങ് പറയുക, അത് സ്തോത്രം എന്തെങ്കിലും. അങ്ങനെയല്ല. നിനക്കുള്ള വഴി ഇതാന്ന് പറഞ്ഞു തരുന്ന, അങ്ങനെ നിന്നോട് സംസാരിപ്പാൻ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ അറിഞ്ഞൂടെ എങ്ങോട്ട് പോകണമെന്ന്, എന്തു തീരുമാനം എടുക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല. പക്ഷെ നീ ഹല്ലേലൂയ അറിഞ്ഞോ അറിയാതെയോ ചുവട് വെക്കുമ്പോൾ തന്നെ ഇതാണ് നിനക്കുള്ള വഴിയെന്ന് നിനക്ക് പറഞ്ഞു തരാൻ സദാസമയം നിന്നെ ദൃഷ്ടി വെച്ച് നോക്കി നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കൊതിക്കുന്ന എത്ര പേരാ ഉള്ളേ? അതിൻ്റെ ഒരു സമയമാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ നടുങ്ങിപ്പോകുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ഭാരപ്പെട്ടു പോകുന്ന അനുഭവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം നമ്മോട് ഇടപെടും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഏത് കാര്യത്തിന് നമുക്ക് ഹല്ലേലൂയ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത, വഴി തിരഞ്ഞെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കാൻ ഹല്ലേലൂയ കഴിഞ്ഞാൽ അത് അനുഗ്രഹമാണ്. ഈ ദിവസങ്ങളുടെ പ്രത്യേകത, തന്നിൽ വിശ്വസിക്കുന്നവരോട് ഹൃദ്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. സന്തോഷമുള്ളവർ മാത്രം കർത്താവിനെ സ്തുതിച്ചേ. ദൈവം ഹല്ലേലൂയ നടത്തുന്ന അനുഭവങ്ങളൊക്കെ ശ്രേഷ്ഠമാണ്. സ്തോത്രം. ദൈവം നടത്തുന്ന അനുഭവങ്ങൾ ശ്രേഷ്ഠമാണ്. 23-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ കിടക്കുന്നത്, ഹല്ലേലൂയ പച്ചയായ പുൽപ്പുറത്തിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ദൈവം എന്നെ നടത്തുന്നു. സ്തോത്രം. നമുക്കത് ഹല്ലേലൂയ നമ്മൾ കാണാതെ അറിയാന്നുള്ളതല്ലേ? യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ പറഞ്ഞു കൊടുക്കുന്ന സങ്കീർത്തനം. നിങ്ങൾ അതൊന്ന് ആസ്വദിക്കാൻ ശ്രദ്ധിച്ചേ. സ്തോത്രം. പച്ചയായ പുൽപ്പുറത്തിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തും. അങ്ങനെ ഇപ്പൊ എവിടെയാ? പച്ചയായ പുൽപ്പുറത്തിൽ
അല്ല, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ വെള്ളമല്ല. അതിന്റെ രണ്ടർത്ഥത്തിലും എടുക്കണേ, ആത്മീകത്തിലും ഭൗതികത്തിലും എടുക്കണേ. ഉറങ്ങാതെ കേൾക്കണേ, ആത്മീകത്തിലും ഭൗതികത്തിലും എടുത്താൽ സ്തോത്രം. ഞാൻ ആത്മീകം പറയാം. സമൃദ്ധമായ വചനം കിട്ടുന്ന ഒരു വർഷമായിരിക്കും നമുക്ക് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. സമൃദ്ധിയായ വചനത്തിലേക്ക്, ലഭിച്ചതല്ല അതിലാഴമായ പച്ചയായ പുൽപ്പുറത്തിലേക്ക് ദൈവം നമ്മെ നടത്താൻ പോവുക. ആത്മാവിന്റെ വലിയ അളവ് നമ്മൾ അനുഭവിക്കുന്ന വർഷമായിരിക്കും. സ്തോത്രം. ഞാൻ അങ്ങനെ പറയുക, ആത്മാവിന്റെ നദിക്കകത്തേക്ക് നമ്മളെ ഹല്ലേലൂയ ദാഹം തീരുന്തോറും കുടിപ്പിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ വർഷം. ഇതാര് നടത്തിയാലേ നടക്കൂ? ദൈവം നടത്തുക. നടക്കാൻ വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളെ വിളിക്കുകയാണ്, കരം പിടിച്ച് നടത്താൻ. അമ്മമാരെ, സ്തോത്രം, സഹോദരന്മാരെ, അപ്പന്മാരെ ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുക. ഹല്ലേലൂയ നടത്താൻ ഇഷ്ടപ്പെടും. ദൈവം നടത്തിയാൽ നീ ചെളിക്കുണ്ടി വീഴത്തില്ല. സ്തോത്രം. ദൈവം നടത്തിയാൽ സ്തോത്രം, പച്ചയായ പുൽപ്പുറത്തിൽ നിന്നെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നിന്നെ നടത്തും. നടക്കാൻ തയ്യാറുണ്ടെങ്കിൽ കർത്താവ് നമ്മെ നടത്തും. കേട്ടോ, ഈ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ വചനം മുഴുവൻ പഠിച്ചാൽ സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ ഹല്ലേലൂയ ഉണക്കപ്പുല്ലായിരിക്കും ചിലർക്ക് കിട്ടുന്നത്. സ്തോത്രം. നല്ല വെള്ളം, കലക്ക വെള്ളമായിരിക്കും കിട്ടുന്നത്. ആത്മീകത്തിലും ഭൗതികത്തിലും വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ പോകുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളൊന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. കേട്ടോ, കർത്താവ് ഹല്ലേലൂയ നിന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് നടത്ത്, പച്ചയായ പുൽപ്പുറത്തിന് കിടത്ത്. അങ്ങനെ ദൈവം ആ ഒരു പ്രതലത്തിലോട്ട് നമ്മെ കൊണ്ടുവന്നാൽ അതിന്റെ സന്തോഷം ഒന്ന് വലുതല്ലേ? നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ദൈവമുണ്ട്, പലരെയും നടത്തിയ ദൈവമുണ്ട്, നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നമ്മൾ നടക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ സ്തോത്രം, അത് അനുഗ്രഹമായിട്ട് വരത്തില്ല എന്ന് പറയുക. അപ്പൊ 2023 ഞാൻ തുറന്ന മനസ്സോടെ പറയാം, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് നമ്മൾ നടക്കാൻ പോകുക. ദൈവം നമ്മെ കരം പിടിച്ച് നടത്താൻ പോകുക. ഏത് പിശാചുണ്ടാക്കിയ കുഴിയും നമ്മൾ തെറ്റിവഴിയും, ഏത് പിശാചിന്റെ കണിയും നമ്മൾ തെറ്റിവഴിയും, ഏത് ഹല്ലേലൂയ അനർത്ഥത്തിൽ നമ്മൾ വിടുവിക്കപ്പെടും. കാരണം നമ്മെ നടത്തുന്നത് സർവശക്തനായ ദൈവമാണ്. അവൻ അടച്ച വാതിലിന്റെ മുമ്പിൽ നമ്മൾ നിന്ന് തിരിയത്തില്ല. അവൻ ഹല്ലേലൂയ സ്തോത്രം തകർക്കാൻ വെച്ച ഒരു തന്ത്രത്തിനകത്ത് നമ്മൾ കുടുങ്ങി പോകത്തില്ല. കാരണം നമ്മെ ഹല്ലേലൂയ ആലോചന തന്ന് നടത്തുന്നത് സർവശക്തനായ ദൈവമായിരിക്കും. ഇടത്തോട്ടാണ് ഹല്ലേലൂയ പോയാൽ ചതിയെങ്കിൽ ഹല്ലേലൂയ ദൈവം വെളിപ്പെടുത്തും. വലത്തോട്ട് പോയാൽ പ്രശ്നമെങ്കിൽ ദൈവം വെളിപ്പെടുത്തും. പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ദൈവം വഴി പറയുന്ന ഒരു വർഷമായി മാറും. സന്തോഷമുള്ളവരെല്ലാം ചേർന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം ദയവായിട്ട് ശബ്ദമുയർത്തി വായിക്കണം. പുസ്തകമുള്ളവർ എടുത്തു. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 27-ാമത്തെ വാക്യം. എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ എന്റെ യജമാനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല. ഈ യാത്രയിൽ യഹോവ എന്നെ എന്റെ യജമാനന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന്റെ 7-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തന്റെ ദൂതനെ അയക്കും. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമുക്കൊക്കെ ഉപകാരം വരുന്ന ഒരു വിഷയം അത്. സ്തോത്രം. ഈ പ്രസംഗം ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് അത് ഇതെന്താണ് പാസ്റ്റർ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല. സ്തോത്രം. ഇവിടെ ഒരു വിവാഹാലോചനയുടെ വിഷയം. സ്തോത്രം. അബ്രഹാമിന്റെ വിഷയം. അബ്രഹാമിന്റെ മകന് വേണ്ടി വിവാഹാലോചിക്കാൻ തന്റെ ദാസനെ പറഞ്ഞു വിടുന്ന ഒരു ഭാഗമാണ്. അബ്രഹാം പറഞ്ഞത് സ്തോത്രം, നീ ദൈവത്തിന്റെ ദൂതൻ നിന്നോട് കൂടെ ഇരുന്ന് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. സ്തോത്രം. അതിന്റെ നിങ്ങൾ ആ ഭാഗം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, തൊട്ടടുത്ത് കനാന്യ പെമ്പിള്ളാരുണ്ട്, അതിൽ നിന്ന് പെൺകുട്ടികളെ എടുക്കരുതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇടകലരാൻ പാടില്ലാത്തവരുമായിട്ട് ഇടകലരാൻ പാടില്ല എന്നും സ്തോത്രം, ദൈവം ഒരുക്കിയതിനെ തന്നെ വേണമെന്നും പറഞ്ഞ് അബ്രഹാം തൻ്റെ ദാസനോട് ഉടമ്പടി ചെയ്യുന്ന ഒരു ഭാഗമാണ്. സത്യം ചെയ്യിച്ച് പറഞ്ഞു വിടുന്ന ഭാഗമാണ്. അങ്ങനെ ആ സത്യം ചെയ്യിച്ച് പറഞ്ഞയക്കുമ്പോൾ ആ മനുഷ്യൻ നടന്ന് കൃത്യതയോടെ എത്തേണ്ടടുത്തെത്തിയപ്പോൾ സ്തോത്ര ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്ര യജമാനോട് കരുണ കാണിച്ച് ദൂതൻ ഹല്ലേലൂയ അവനെ കൊണ്ട് എന്ത് ചെയ്തു? തൻ്റെ യജമാനന്റെ മകന് വിവാഹം കഴിക്കാനുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ കൃത്യമായിട്ട് കൊണ്ടെത്തിച്ചു. സ്തോത്രം. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാം, വിവാഹം കഴിക്കാത്തവരും വിവാഹത്തിന് വേണ്ടിയൊക്കെ ആലോചിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചോളണം. നിനക്ക് ആലോചന തന്ന് നടത്തി ഹല്ലേലൂയ നിന്റെ കാര്യം കൃത്യതയോടെ നടത്തി തരാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ വിഷയത്തിൽ ആലോചന തരുമോ പാസ്റ്ററെ? പിന്നെ ആലോചന തരും. കണ്ട പ്രവാചകന്മാരെയൊക്കെ വിളിച്ച് ആലോചന എടുക്കരുത്, ആകെ പ്രശ്നമാവും. ആമേൻ.
ആകെ പ്രശ്നമാവും. സ്തോത്രം. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയട്ടെ, ഈ പ്രസംഗം ഇത് പറയുമ്പോൾ വിശ്വാസികൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഉറങ്ങാതെ കേൾക്കണേ. സ്തോത്രം. ഈ രാത്രി നമ്മളൊക്കെ ഉറക്കൊഴിച്ച് നിൽക്കുക. സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ വേണം. ആമേൻ. സ്തോത്രം. പ്രവാചകനെ വിളിച്ച് നമ്മൾ ഈ ആലോചന ചോദിക്കും. അപ്പോൾ നമുക്കൊരു തൃപ്തി വരത്തില്ല. ആദ്യത്തെ പ്രവാചകനെ വിളിച്ച് ആ കഷ്ടകാലത്തിന് സ്തോത്രം ഇച്ചിരി സമ്പത്തും ഇച്ചിരി കാര്യങ്ങളും ചുറ്റുപാടൊക്കെ ഉള്ള വിഷയമാണെങ്കിൽ നമ്മൾ വിളിച്ച് പ്രവാചകനോട് ചോദിക്കും. ഒരു അറപ്പ് കാര്യം എന്താണെന്നറിയാം. അറപ്പ് വരാൻ കാര്യം ദൈവഗീതം അല്ലെന്ന് അവർക്ക് ഉള്ളിലറിയാം. എന്ന് പറഞ്ഞാൽ ഈ അബ്രഹാം ചെയ്തതുപോലെ ആമേൻ സ്തോത്രം വ്യവസ്ഥ അനുസരിച്ചല്ല പറഞ്ഞ് അന്വേഷിക്കുന്നത്. എന്നെ കേൾക്കണേ, പിണങ്ങല്ലേ, രാത്രി ഒട്ടും പിണങ്ങല്ലേ. വ്യവസ്ഥ അനുസരിച്ചല്ലാതാകുമ്പോൾ ടെൻഷൻ വരും. അതുകൊണ്ട് പ്രവാചകനെ വിളിക്കും. സ്തോത്രം. പ്രവാചകനെ വിളിച്ച് ചോദിക്കുമ്പോൾ ആദ്യത്തെ പ്രവാചകൻ അത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രവാചകനെ വിളിക്കും. ഏതെങ്കിലും പ്രവാചകൻ ശരിയെന്ന് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? വിളിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. എന്നിട്ട് അത് ദൈവാലോചന എന്ന് പറഞ്ഞ് നടത്തും. ആമേൻ സ്തോത്രം. ഇടയ്ക്ക് വിശ്വാസത്തിലൊന്നൊരു സഹോദരി തൻ്റെ ഹല്ലേലൂയ ആ മോക്ക് വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ച് എല്ലാം ഫിക്സ് ആക്കിയിട്ട് എന്നോട് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ വിശ്വാസത്തിന് ഇത് ചേരുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടു. ദൈവം ശുദ്ധീകരിച്ചെന്ന് മലിനമെന്ന് നീ എണ്ണരുതെന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു എന്ന്. സ്തോത്രം. നല്ല ഇടപെടലായിരുന്നു. സ്തോത്രം. ഇപ്പം ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം പ്രാർത്ഥന വിളിച്ച് ചോദിക്കുക. സ്തോത്രം. എന്നതാ പാസ്റ്ററെ പ്രാർത്ഥിക്കണം. അപ്പം നേരത്തെ ഇടപെട്ടത് പിന്നെ ആരാ? നീ ഇടപെട്ടിട്ടല്ലേ നടത്തിയത്. ഇപ്പോൾ പൊളിഞ്ഞു പോയെങ്കിൽ അത് ദൈവത്തോട് നീ പറഞ്ഞാൽ പോരെ. അങ്ങ് ഭയങ്കര വെളിപ്പാടായിരുന്നു. പ്രിയരെ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് വെളിപ്പാടും വചനമൊന്നും കിട്ടത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ 1000 വട്ടം അടിച്ചുറപ്പിച്ചാലും ഉറയ്ക്കത്തില്ല. തിരുവചനം അനുസരിച്ച് പോകത്തുള്ളൂ. ഇവിടെ നോക്കിയേ, ആ മനുഷ്യൻ പറയുക സ്തോത്ര, എൻ്റെ യജമാനു വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്, പക്ഷെ ദൂതനെ കൊണ്ട് നടത്തിച്ച് ഹല്ലേലൂയ ദീർഘദൂര യാത്ര മറ്റൊരു സ്ഥലത്ത് അറിയാത്ത ഇടത്ത് ആ ഹല്ലേലൂയ ഒരുക്കിയ പെൺകുട്ടിയുടെ അടുക്കൽ ദൈവം കൊണ്ട് എത്തിച്ചു. ഞാൻ പറയട്ടെ, നിന്റെ ആത്മീക ഭൗതിക വിഷയത്തിൽ നിനക്ക് ആലോചന പറഞ്ഞു തന്ന് കൃത്യതയോടെ എത്തിക്കാൻ പറ്റുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തെ ഹല്ലേലൂയ ആരും തള്ളരുത്. ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കരുത്. ആ വിഷയത്തിൽ ഞാൻ അധികം പറയുന്നില്ല. എന്തിനാ ഈ രാത്രി നിങ്ങളുടെ വല്ലാത്ത നോട്ടം ഞാൻ മേടിക്കുന്നത്? കാര്യം മനസ്സിലായവർ വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. ആരും എന്നെ സംശയത്തോടെ നോക്കരുത്. ഞാനും നിങ്ങളെ സംശയിക്കും. അതുകൊണ്ട് കൃത്യതയോടെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എത്തേണ്ട കുടുംബത്തിൽ എത്തിക്കേണ്ട ഇടത്ത് എന്നെ എത്തിക്കണം. എൻ്റെ ഹല്ലേലൂയ ഇഷ്ടങ്ങളൊന്നുമല്ല, എന്നെ നടത്താനൊരു കർത്താവുണ്ട്. ഏതെങ്കിലും അമ്മമാർ വ്യാകുലപ്പെടുന്നെങ്കിൽ, ഏതെങ്കിലും അപ്പന്മാർ വ്യാകുലപ്പെടുന്നെങ്കിൽ എൻ്റെ മോൻ്റെ ഗതി എന്ത്, എൻ്റെ മകളുടെ ഗതി എന്തെന്നൊക്കെ പറയുന്നെങ്കിൽ ഇതാണ്ട് ശ്രദ്ധിച്ച് കേട്ടോ. നടക്കാത്ത വിഷയം 2024 തമ്പുരാൻ കൈപിടിച്ച് നടത്തി ശ്രേഷ്ഠമായതിലേക്ക് കൊണ്ടുവന്ന് നിന്റെ വീട്ടിലും ആ ആനന്ദം തരാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ദൂത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. അതുകൊണ്ട് ആരുടെയൊക്കെ പുറകെ പോയി ഏതൊക്കെയോ വഴിയോ നടക്കാതെ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കോ. എത്തിക്കേണ്ടടുത്ത് അവൻ എത്തിക്കാൻ പോകുക. സ്തോത്രം. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം. നമ്മുടെ ഏത് വിഷയത്തിൽ, നിന്റെ ഓഫീസിലെ വിഷയമാകട്ടെ, നിന്റെ വീട്ടിലെ വിഷയമാകട്ടെ, നിന്റെ സ്കൂളിലെ വിഷയമാകട്ടെ, പഠന വിഷയമാകട്ടെ, ഏത് കാര്യത്തിനും ദൈവത്തിന് നടത്താൻ പറ്റും. ഏത് കാര്യത്തിലും കരം പിടിച്ച് ദൈവത്തിന് നടത്താൻ പറ്റും. എൻ്റെ ഒരു ചിന്ത, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങണം. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അനുസരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടാകും. സ്തോത്രം. ദൈവത്തിൻ്റെ ഹല്ലേലൂയ അരികിൽ നിന്ന് മാറി, ദൈവത്തിൻ്റെ സർക്കിൾ വിട്ട് മാറി. സ്തോത്രം. ചിലരൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, പിശാചാണെങ്കിൽ ഇച്ചിരി സൗന്ദര്യം ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ആമേൻ. പിശാചാണെങ്കിലും സൗന്ദര്യമാണെങ്കിൽ ഇരിക്കട്ടെ. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചതാ ഒരാളോട്. പിശാചാണെങ്കിൽ സൗന്ദര്യം ഉണ്ടല്ലോ, ഇരിക്കട്ടെ. എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും അവൻ പണി തന്നിരിക്കും. എത്ര സൗന്ദര്യമുള്ള പിശാചാണെങ്കിലും പണി പുറകെ വരും. അതൊക്കെ വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. വളരെ ഹല്ലേലൂയ ശ്രദ്ധിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എനിക്ക് വലിയ ലജ്ജ തോന്നിയ നാളുകളായിരുന്നു ക്രിസ്മസിൻ്റെ നാളുകൾ. കാര്യം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ജനിച്ചു. അവൻ മനുഷ്യരുടെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതാകൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞ് ദൂതനൊക്കെ ഇറങ്ങി വന്ന് ചെയ്തതെല്ലാം വ്യർത്ഥമായി പോയില്ലേ? സ്തോത്രം. പാപം ചെയ്യാൻ പിറ്റേന്നത്തെ പത്രം എടുത്ത് നോക്കിയപ്പോൾ എത്രയോ കോടി, 27 കോടിക്ക് കേരളം കുടിച്ചു. അതിനേക്കാളും എനിക്ക് സങ്കടം തോന്നുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹല്ലേലൂയ പെന്തക്കോസ്തെന്ന് അഭിമാനിക്കുന്നവർ പോലും ഇതിനെ കൈയടിക്കാൻ നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. എന്തോ ദൂർത്തും എന്തോ കോപ്രായങ്ങളെ. കർത്താവ് അതിനു വേണ്ടിയിട്ടാണോ ജനിച്ചേ? അല്ലേ? അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മെ കർത്താവിൻ്റെ ശബ്ദം നമ്മെ നടത്തണം. നമ്മളെ പരിജ്ഞാനത്തിൽ കർത്താവ് കൊണ്ടുവരണം. വിവേകത്തിൽ നമ്മളെ കർത്താവ് കൊണ്ടുവരണം. എന്താ യേശു കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം? അതിനകത്തൊക്കെ നമ്മൾ ഗ്രഹിക്കണ്ടേ? എന്തിനാ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്? അതൊക്കെ അറിയണ്ടേ? അതറിഞ്ഞ് കർത്താവിനെ ആരാധിക്കണ്ടേ? നമ്മളെ സന്തോഷിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ആമേൻ സ്തോത്രം, ചിലതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ? സ്തോത്രം. ആമേൻ സ്തോത്രം. ഒരു അഡ്രസ്സും ഇല്ലാത്തൊരു പുള്ളിയായി ക്രിസ്മസ് പാപ്പ. ഇപ്പം കയറി അത് മാത്രമേ ഉള്ളൂ ക്രിസ്മസിന്. ബൈബിളിലില്ല, ഒന്നുമില്ലാത്തൊരു സാധനം. ഇത് തന്നെയാണ് പണ്ട് ജാതീയ ഇതിലൊന്ന് പണ്ട് ഇത് സഭയ്ക്കകത്ത് കയറി രാത്രി പറയാൻ കൊള്ളത്തില്ല, വന്നോണ്ട് അങ്ങ് പറയുക. ഇങ്ങനെയാ ഓരോന്ന് കയറി വന്ന് ദൈവമായത്. ഇതെവിടെ നിന്ന് വന്നതാ?
നിങ്ങൾ അതിൻ്റെ ചരിത്രം ചുമ്മാ ഇതിൻ്റെ പുറകെ അങ്ങ് നടക്കുക. പ്രിയരെ, ദൈവവചനത്തിൽ പറയുന്ന ദൈവവചനത്തെ അനുസരിച്ച് കർത്താവിനോട് കൂടെ നിന്നാൽ ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. നടത്താനും കൂടെ ഇരിക്കാനും സ്നേഹിക്കാനും കരുതാനൊക്കെ ഒരു അപ്പനെ പോലെ സ്തോത്രം കരുതാൻ പറ്റുന്ന ഒരു നല്ല ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. പക്ഷെ നമ്മൾ മതിമറക്കും. നമ്മളും ഹല്ലേലൂയ ജാതികളുടെ വഴിയെ പോകാതെ നടത്തുന്ന അപ്പൻ്റെ കാൽക്കീഴ ഇരുന്നാൽ നടത്തും, ശുഭകരമായി നടത്തും, അവൻ്റെ ആലോചനകൾ നടത്തി പിന്നത്തേതിൽ മഹത്വത്തിൽ കൈക്കൊള്ളും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ എന്നോട് നിങ്ങൾ ഹല്ലേലൂയ പിണങ്ങരുത്. ദൈവസ്നേഹത്തിൽ രാത്രി ഞാൻ പറയുന്നു, ഈ നല്ല ദൈവത്തെ രുചിച്ചറിഞ്ഞ് അവനോട് കൂടെ ചേർന്ന് അവൻ്റെ ശബ്ദം കേട്ട് ജീവിക്കാനും നടക്കാനും ആഴമായി ശക്തമായി സമർപ്പിക്കുന്ന ഒരു വർഷമായി മാറണം ഈ വർഷം. സ്തോത്രം. അബ്രഹാം തന്റെ ദാസനോട് പറഞ്ഞു, നീ അടുത്തുള്ള കനാന്യ സ്ത്രീകളിൽ നിന്റെ മകന് സ്തോത്രം ഭാര്യ എടുക്കരുത്. കണിശമായിട്ട് പറഞ്ഞു, എടുക്കരുത്. കാരണം അത് ദൈവത്തിന് ഇഷ്ടമില്ല. പിന്നെ എവിടെ നിന്ന് എടുക്കണം? ദൈവത്തിന് ഹിതപ്രകാരമുള്ളതേ എടുക്കാവൂ. സ്തോത്രം. ദൈവത്തിന് ഹിതകരമായതേ ചെയ്യാവൂ. അവിടെ അതാ പ്രശ്നം. നമ്മുടെ ഏത് വിഷയവും ദൈവഹിതത്തിനാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആലോചന തന്ന് കരം പിടിച്ച് നടത്താൻ ഈ ദൈവം മതിയായവനാണ്. അല്ലാതെ 100 ആലോചന കേട്ടാലും നമ്മൾ പതറിപ്പോകും. അതുകൊണ്ട് ദൈവ ആലോചനയ്ക്കായി ശ്രദ്ധിക്കുന്നവർ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആലോചനയ്ക്കനുസരിച്ച് ജീവിച്ച് ജയം പ്രാപിക്കുന്നത് പോലെ ലോകത്തിൽ ഒരു മനുഷ്യനും ജയം തരാൻ പറ്റത്തില്ല. അത് ഹല്ലേലൂയ അതിൻ്റെ അന്ത്യത്തിങ്കൽ ദുഃഖവും കണ്ണുനീരുമാകും. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇത്ര നല്ല ദൈവം നമുക്കുണ്ട്, നമ്മെ നടത്താനൊരു ദൈവമുണ്ട്. ഈ ആണ്ടിൽ ഹല്ലേലൂയ അവസാന സെക്കൻഡുകളിൽ കർത്താവ് പറയുക, സ്തോത്രം, നമ്മോട് കൂടെ ഇരുന്ന് ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം ജീവപര്യന്തം വഴി നടത്തും, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും, കരം പിടിച്ച് നടത്തും. അതുമായി ബന്ധപ്പെട്ട 100 കണക്കിന് വാക്യങ്ങളുണ്ട്. നിങ്ങൾ അതെടുത്ത് ഹല്ലേലൂയ വായിക്കുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. നെഹമ്യാ പ്രവചനം അതിൻ്റെ 9-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ കൂടെ ദയവായി വേഗത്തിൽ വായിക്കണം, ഉണർവോടെ കേൾക്കണം, ഉണർവോടെ ഇരിക്കണം. നെഹമ്യാ പ്രവചനം 9-ാം അധ്യായം 19 മുതൽ 23 വരെ. നെഹമ്യാ പ്രവചനം 9-ാം അധ്യായം 19-ാം വാക്യം മുതൽ 23 വരെ. വേഗത്തിൽ പുസ്തകം തുറന്ന് ആ വാക്യം കൂടെ ഒന്ന് എടുത്ത്. നെഹമ്യാ പ്രവചനം 9-ാം അധ്യായം 19 മുതൽ 23 വരെ വേഗത്തിൽ വായിച്ചേ. നീ നിന്റെ മഹാകരുണ നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. പകലിൽ അവരെ വഴി നടത്തിയ മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്ത് അവർ നടക്കേണ്ടുന്ന വഴി കാണിച്ച അഗ്നിസ്തംഭവും അവരെ വിട്ടുമാറിയതുമില്ല. അടുത്ത വാക്യം കൂടെ വായിച്ചേ. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മന്നയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ വേദപുസ്തകത്തിൽ ഏറ്റവും വലിയൊരു വിഷയമാണത്. ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ആത്മീക വിഷയത്തിലെ ഭൗതിക വിഷയത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലാണ് നമ്മൾ ഹല്ലേലൂയ കേൾക്കുന്നത്. ഈ ഒരു ഭാഗം ഒന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് ഭവനങ്ങളിലേക്ക് പോകും. സന്തോഷം ഉണ്ടെങ്കിൽ ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഈ രാത്രി ശ്രദ്ധിച്ചുകൂടെ കേൾക്കണമേ. അവിടെ നിങ്ങൾ വായിച്ചു, ആ ജനത്തെ ദൈവം നടത്തിയത് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണുകളാലും നടത്തി. സ്തോത്രം. പകല് ഹല്ലേലൂയ വെയിൽ കൊള്ളാതിരിക്കാൻ ആ ജനത്തെ ദൈവം എന്ത് ചെയ്തു? മേഘസ്തംഭത്തിന്റെ അകത്ത് മറച്ചു. സ്തോത്രം. അത്ര ഹല്ലേലൂയ ശ്രദ്ധയോടെ ആ ജനത്തെ നടത്തി. രാത്രി ഹല്ലേലൂയ വെളിച്ചം കിട്ടാനും ചൂട് കിട്ടാനും ഒക്കെ അഗ്നിത്തൂണ് അവരോടൊപ്പം എന്ത് ചെയ്തു പോയി. ഇത് ദൈവത്തിന്റെ ദൈവം പ്രൊവൈഡ് ചെയ്തതാ, ദൈവം അവർക്ക് കൊടുത്ത സ്തോത്രം ഹല്ലേലൂയ അനുഗ്രഹമാണ്. സ്തോത്രം. എന്നിട്ട് അടുത്ത് വായിച്ചു, അവരുടെ കൊച്ചിന്, അതായത് അവരുടെ ആഹാരത്തിന് അവർക്ക് എന്ത് ചെയ്തു? മന്ന കൊടുത്തു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, അവരെ നടത്തേണ്ടതിന് ദൈവത്തിന്റെ നല്ല ആത്മാവിനെയും അവർക്ക് കൊടുത്തു. നിങ്ങൾ ഓഫായോ? സ്തോത്രം. അവിടുത്തെ ഇരിക്കുന്നവരൊന്ന് നോക്കിയേ, ഉണർവോടെ ഇരിക്കുന്നവർ നോക്കി. എല്ലാവരും ഓക്കെ ആണല്ലോ? സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പെട്ടെന്ന് നിർത്താം. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ തന്നെ ഇത് അവസാനിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. സ്തോത്രം. അവിടെ നോക്കി, അവർക്ക് ആഹാരം, അവർക്ക് ഡെയിലി കഴിക്കാൻ ദൈവം എന്ത് ചെയ്തു? അവർക്ക് മന്ന കൊടുത്തു. അവരെ വഴി നടത്തേണ്ടതിന് ദൈവത്തിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. വളരെ ശ്രദ്ധിക്കണം ഈ ദൂതിന്റെ അവസാനത്തിൽ വരുമ്പോൾ. ഇത് നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെട്ടാൽ, ഞാൻ പറയട്ടെ, 2024 അതാണല്ലോ നമ്മുടെ വിഷയം. സ്തോത്രം. ഇവിടെ ഇത് കഴിഞ്ഞ് നറുക്കെടുപ്പൊന്നുമില്ല. സ്തോത്രം. നമ്മൾ ഈ കേൾക്കുന്ന വചന ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ ആലോചന. നിങ്ങൾ ശ്രദ്ധിച്ചേ, 2024 നീ വിശ്വസിക്കണം. സ്തോത്രം. നിന്റെ അടുക്കളയിൽ ആഹാരം കുറയിച്ചില്ല. നിന്റെ കൊച്ചിനുള്ളത്, നിന്റെ ആഹാരത്തിനുള്ളത്, നിന്റെ ജീവിത മാർഗത്തിനുള്ളത് ഭൗതിക മണ്ഡലത്തിലും ഈ ദൈവം കരുതും. ആത്മാവിൽ മാത്രമല്ല, ഭൗതിക മണ്ഡലത്തിൽ ദൈവം കരുതും. പ്രത്യേകിച്ച് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഹല്ലേലൂയ വല്ലാത്ത അഭിവൃദ്ധി നിങ്ങൾ കാണും. നിങ്ങൾ വേണമെങ്കിൽ എടുക്ക്. സ്തോത്രം. നിന്റെ വീട്ടിൻ്റെ അകത്തൊരു അഭിവൃദ്ധി ഉണ്ടാകും. അതിനകത്ത് പ്രാർത്ഥിക്കുന്നവരോട് പറയാം, നീ അറിയും അത് ദൈവത്തിന്റെ കരുതലുകളാണ് വെളിപ്പെടുന്നതെന്ന് നീ അറിയും. കാരണം നിന്നെ ദൈവം നടത്തുന്നത് നീ അറിയും.
ആമേൻ. നീ ഹല്ലേലൂയ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആമേൻ ഹല്ലേലൂയ അത്യധ്വാനം ചെയ്തിട്ട് നടക്കാത്തത് ദൈവത്തിന്റെ ഈ നടത്തിപ്പിൽ നീ കാണാൻ പോവാ. എന്നിട്ട് നിങ്ങളൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞില്ല. മാസാമാസം നിന്റെ അക്കൗണ്ടിൽ വന്ന ശമ്പളം കൊണ്ട് നീ നടന്നിട്ട് ആമേൻ ഹല്ലേലൂയ നടക്കാൻ പറ്റാത്തത്, തീർക്കാൻ പറ്റാത്തത് സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും. കാര്യം എന്താണെന്നറിയാമോ? വിശ്വസിക്കുന്നവനെ ദൈവം നടത്താൻ പോകുക. അവിടെ ഒരു ഹല്ലേലൂയ ശൂന്യത വരാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് എനിക്ക് പറ്റത്തില്ല, ഇന്ന് പട്ടിണി കിടന്നോ എന്ന് പറയുന്ന ദൈവമല്ല. ആമേൻ. പറയുന്ന സമയത്ത് കൃത്യതയോടെ അവന്റെ ഉറവ ജനത്തിന്റെ മേൽ തുറന്നിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അവസാന സെക്കൻഡുകളിൽ ഞാൻ പറയുന്നു, വിശ്വസിക്കുന്നവൻ കയറാൻ പോകുന്നത് ദൈവത്തിന്റെ നടത്തിപ്പിലാകയാൽ അവൻ അസാധാരണമായി നടത്തും. സ്തോത്രം. അവരുടെ വസ്ത്രം പഴകിയില്ലെന്നൊക്കെ ഹല്ലേലൂയ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അസാധാരണമായ അത്ഭുതങ്ങളാണ്. പക്ഷെ അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ, ആമേൻ, അസാധാരണമായ കാര്യങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കായി ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണം. ആ ജനത്തെ അസാധാരണമായിട്ട് ദൈവം നടത്തി. ദൈവം നടത്തുമെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. അവരേത് വഴിയെ പോയാലും ദൈവത്തിന്റെ കരുതൽ അവർക്കുണ്ട്. ആമേൻ. വെള്ളം ചോദിച്ചാൽ ഒരു വലിയ കാലിലെ തീക്കൽ പാറ കാണിച്ചു കൊടുക്കും. മോനെ, നീ വരുമെന്ന് എനിക്കറിയാം, കുടിക്കടാ, നദി പോലെ വെള്ളം. സ്തോത്രം. ജീവിതത്തിൽ പെട്ടെന്ന് കയ്പ് വന്നാൽ എനിക്കറിയാം, ദാണ്ടാടാ വൃക്ഷക്കൊമ്പ് വെട്ടിയിട്ടോ മധുരം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ നടത്തപ്പെടാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കയ്പും മധുരവും എല്ലാം ഇല്ലേ, ദാഹമൊക്കെ ഇല്ലേ? പക്ഷെ അവിടെ കരുതലുണ്ടെങ്കിൽ അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം. ആരും ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞില്ല. അത് മനസ്സിലായില്ല. സ്തോത്രം. നമുക്ക് ഈ 2000 ലിറ്ററിന്റെ ടാങ്കൊക്കെ മുകളിലിരിക്കുമ്പോൾ ഈ ദാഹത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സ്തോത്രം. ഇടയ്ക്കൊക്കെ ആത്മീക ഭൗതിക ദാഹങ്ങളും ഞെരുക്കങ്ങളും കയ്പൊക്കെ വരുമ്പോൾ അവിടെയാണ് ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കാൻ പറ്റുന്നേ. ആ കാലിലെ ജനത്തെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്ക്. ആമേൻ. ചുട്ടുപൊള്ളുന്ന പാറയ്ക്കകത്ത് നിന്ന് ആമേൻ സ്തോത്രം വെള്ളം പുറപ്പെട്ടെങ്കിൽ വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? ആ ദൂതിനെ ഏറ്റെടുത്തിട്ട് പറ, ഈ ദൈവം എൻ്റെ ദൈവം, അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തും. നമുക്ക് ആ തിരിച്ചറിവ് കയറാത്തോണ്ടാ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തേ. സ്തോത്രം. ദാഹിച്ചു വലഞ്ഞ് മാറ വെള്ളം കണ്ടു കോരി കുടിച്ച് കയ്പ്. ആമേൻ. സ്തോത്രം. ദൈവം പറഞ്ഞു, വൃക്ഷക്കൊമ്പ് ഞാൻ ഒരു തൈ നടും പൊടിച്ചു വരും എന്നല്ല, അവിടെ വെച്ചിട്ടുണ്ട്. വെട്ടിയെറിഞ്ഞ് വെള്ളം മധുരമായി. പറ, ഈ ദൈവം എൻ്റെ ദൈവം. ഇന്ന് രാത്രി എനിക്ക് കയ്പുണ്ടെങ്കിൽ മധുരമാക്കാനുള്ള വഴി ഈ 2024 ആരംഭത്തിൽ ദൈവം കാണിച്ചു തരും. ആമേൻ. സ്തോത്രം. ഞാൻ അതിനെ ഹല്ലേലൂയ പഞ്ചസാര ഇട്ട് മധുരമാക്കുകയല്ല, അതിനുവേണ്ട വഴി ദൈവം കരുതിയിട്ടുണ്ട്. ഇല്ലാത്തത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും. ദൈവത്തിന്റെ പാതയിൽ ദൈവം നടത്തുന്ന വഴിയിൽ, ദൈവം നടത്തുന്ന വഴിയെ പോയാൽ ഞാൻ പറയുന്നു, നിന്നെ ഹല്ലേലൂയ മഹത്വത്തിൽ കൈക്കൊള്ളുന്നത് വരെ നിന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ വർഷവും നിന്റെ ആയുസിന്റെ ഓരോ കാലഘട്ടത്തിലും നിനക്ക് തരേണ്ട നന്മകൾ ദൈവം അതത് സ്ഥലത്തിൽ കരുതി വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെട്ട് വന്നിരിക്കും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ നീ പറ, ഈ ദൈവം എൻ്റെ ദൈവം, അവൻ എന്നെയും നടത്തും. വ്യക്തിപരമായിട്ട് പറ, ഈ ദൈവം എന്റെയും ദൈവമാണ്, എന്നെയും എൻ്റെ കുടുംബത്തെയും അവൻ നടത്തും. സഭ ഒരുമിച്ച് പറ, ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളെ ദൈവം നടത്തും. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കരുതുന്ന ദൈവത്തിന്റെ വർഷം. ആമേൻ. ക്ഷീണം കൂടാതെ ഓടാൻ ദൈവത്തിന്റെ ആത്മാവ് ബലം തരുന്ന ഒരു വർഷമായി ഈ വർഷം മാറുമെന്ന് പറഞ്ഞാൽ എത്ര പേർ അത് വിശ്വസിക്കും? സ്തോത്രം. ഒരു വലിയ സമൂഹത്തെ ദൈവം നടത്തിയ ചരിത്രമായി ഇസ്രായേൽ ജനത്തെ നടത്തുന്നത്. നിങ്ങൾക്ക് പ്രസംഗമൊക്കെ കേട്ട് ആമേൻ ഹല്ലേലൂയ നല്ല പരിചയമുള്ള ഒരു ഭാഗമാണ്. ആമേൻ. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ആമേൻ. അത് വലിയൊരു അത്ഭുതമായി ഈ ജനത്തെ ദൈവം നടത്തിയത്. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. നമ്മൾ പുതിയ നിയമ ഇസ്രായേല. കനാൻ നാട്ടിലേക്ക് നോക്കി പാട്ട് പാടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ബന്ധപ്പെടുക. ഞാൻ അവസാനം പാടിയപ്പോഴും ജീവനെങ്കിൽ ജീവനേക പൊന്നുനാഥനെ എന്ന് പറഞ്ഞില്ലേ, ഓട്ടമോടി വീട്ടിലെത്താൻ ആശയേറുന്നു. ഉള്ള കാര്യമാണ് പറഞ്ഞ സ്തോത്രം. അങ്ങനെ അങ്ങ് സംഭവിച്ചിരുന്നെങ്കിൽ ഇത് പലപ്പോഴും ആഗ്രഹിച്ചു പോവുക. സ്തോത്രം. നമ്മുടെയൊക്കെ പ്രത്യാശ കനാൻ നാടാ. സ്തോത്രം. ഈ ജനം ഹല്ലേലൂയ കനാൻ നാട്ടിലേക്ക് പോവുക. അവരുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതമെന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് നിങ്ങൾ വായിക്കണം. നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കണം. ആ ഹല്ലേലൂയ ദൈവം അവരെ നടത്തി. അതേ ദൈവത്തെ സേവിക്കുന്നവരാണ് നമ്മൾ. ഈ ചെറിയ ആയുസിൽ ആമേൻ നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ
ദൈവത്തിന് കഴിയത്തില്ലെന്ന തോന്നലാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ വിട്ട് അകലുന്നതും വളഞ്ഞ വഴികളിലൊക്കെ പോകുന്നത്. പക്ഷെ വിശ്വസിച്ച് പറയണം, ഈ ദൈവം എൻ്റെയും ദൈവമാണ്. എൻ്റെ വഴിയിൽ ആവശ്യമുള്ളതെല്ലാം, ഞാൻ പറയട്ടെ, ഈ 2023 ഏതോ വിഷയത്തിൽ വല്ലാതെ തകർന്ന്, വല്ലാതെ ആശങ്ക നമ്മുടെ ഹൃദയത്തിൽ കാണും. ഹല്ലേലൂയ, ഒരു രക്ഷയുമില്ല. ഞാൻ പറയാം, നിങ്ങളുടെ വഴിയെല്ലാം നിങ്ങളോട് തളർന്നിട്ടുണ്ടാകാം. പക്ഷെ വിശ്വസിച്ചോ, ദൈവത്തിനൊരു വഴിയുണ്ട്. നിന്നെ ദൈവം കൈപിടിച്ച് നടത്തണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ, ഒരു ഹല്ലേലൂയ ചെറിയ ദൈവദാസൻ എന്ന് ഞാൻ പറയത്തില്ല, കരുത്തനായ നല്ലൊരു ദൈവദാസൻ എന്ന ഉത്തരവാദിത്വത്തോടെ ഞാൻ പറയാം, 2024 നീ ആ വിഷയത്തിൻ്റെ വിടുതൽ കാണും. അതുവഴി പോയി നടന്നില്ല, ഇതുവഴി പോയി നടന്നില്ല, ആ മനുഷ്യനെ കണ്ട് നടന്നില്ല, അദ്ദേഹത്തിന് ഹല്ലേലൂയ ചെയ്തിട്ട് നടന്നില്ല, പൈസ ചെലവാക്കിയിട്ട് നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓടിവാ യേശുവിൻ്റെ അടുക്കൽ. ഓടിവാ കർത്താവിനോട് ഇന്ന് രാത്രി പറ, കർത്താവേ നീ നടത്തണം, തെറ്റുപറ്റിപ്പോയി നീ നടത്തണമെന്ന് പറ. ഒരുവൻ്റെ കരം നിന്നെ പിടിക്കും. വഴി വെട്ടുകയല്ല, വഴി അവൻ ഒരുക്കിയിട്ടിട്ടുണ്ട്. വഴി വെട്ടാൻ പോവുകയല്ല, വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. അതുവഴി നിന്നെ നടത്തി ദാണ്ടടാ നീ എവിടെയൊക്കെ അലഞ്ഞത്, നിന്റെ വിടുതൽ നിന്റെ കയ്യിൽ തരും. വല്ലതും പിടിയിട്ടുന്നുണ്ടോ? സ്തോത്രം. സംഭവിക്കുമെന്ന് വിശ്വാസമുള്ളവർ മാത്രം കർത്താവിനെ സ്തുതിച്ച്. ഈ രാത്രിയിൽ ഞാൻ നല്ല ദൈവ സാന്നിധ്യത്തിൽ, ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ദൈവ സാന്നിധ്യത്തിലാണ് നിൽക്കുന്നത്. ആമേൻ. ഞാൻ പറയട്ടെ, കർത്താവിന് ഹല്ലേലൂയ ചിലത് ചെയ്യാനില്ലെങ്കിൽ ഈ വാക്യം തരൂ, ഈ വചനം ഹല്ലേലൂയ ദൈവം ഇടപെടുമോ? ആരുടെയൊക്കെ ജീവിതത്തിൽ സ്തോത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്വപ്നം കാണുന്നത് പോലെ കർത്താവ് എന്ത് ചെയ്യും? ദൈവം നടത്തുന്നതൊക്കെ അങ്ങനെയാ. പത്രോസ് സ്വപ്നമൊന്നും അറിയാണ്ടല്ലേ പുറത്തു വന്നേ. നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞ വിഷയത്തിലെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം പത്രോസ് കാരാഗ്രഹത്തിൽ പുറത്തുനിന്ന് സ്വപ്നം കാണും പോലെ അല്ലേ? പുള്ളി ഉണർന്നാൽ വരത്തില്ല, ഞാൻ വരില്ല എന്ന് പറയും, പടയാളി നിൽക്കണം. സ്വപ്നം കാണും പോലെ പുറത്തു വന്നില്ലേ? ദൈവം നടത്തുന്നത് അങ്ങനെയാ. നിനക്ക് സ്വപ്നം പോലെ തോന്നും, നിന്റെ ആമേൻ ഹല്ലേലൂയ അത് നടന്നോ എന്ന് ആമേൻ തോന്നത്തക്കവണ്ണം ഈ ദൈവം നടത്തും. പക്ഷെ ഒരു കാര്യം നീ ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് പറയണം, ഈ ദൈവം എൻ്റെയും ദൈവം. ആര് എവിടെയൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ദൈവം എന്ന്, അവിടെ നീയും പറയണം, ആ ദൈവം എൻ്റെയും ദൈവം. സ്തോത്രം. ചെങ്കടൽ കീറിയ ദൈവം എന്റെ ദൈവം എന്ന് പറയണം. മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ, അങ്ങോട്ട് കരുത്തോടെ പറയണം, ഈ ദൈവം എന്റെ ദൈവം. നിർത്തരുത്. എന്നിട്ട് പറയണം, അവൻ എന്നെ ജീവപര്യന്തം ആരും ഒന്നും തരണ്ടെന്നേ. മൂക്കിലെ ശ്വാസം നിലയ്ക്കുന്നതെന്ന് കർത്താവിനറിയാം. ശ്വാസം പോകുന്ന ആ ദിവസം വരെ സൂക്ഷിപ്പാനും നടത്താനും ശക്തനായ ഒരുവൻ എനിക്കുണ്ടെന്ന് ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ ഇതിനകത്ത് കേൾക്കുന്ന സകലരും ഗ്രഹിച്ചിട്ട് ആമേൻ ദൈവസന്നിധിയിൽ നീ പുറപ്പെടുന്നെങ്കിൽ അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, അവൻ നിന്നെ മറക്കത്തില്ല. നീ അത്ഭുതങ്ങൾ കാണുന്ന വർഷമായി മാറും. ദൈവം നിനക്കായി ഒരുക്കിയ കരുതലുകൾ വെളിപ്പെടുന്നത് ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളും, ആയുസിന്റെ ദിനങ്ങളിൽ ദൈവിക നന്മകൾ കാണാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. വിശ്വസിക്കുന്നവർ നന്നായി കരമടിച്ച കർത്താവിന് നല്ല മഹത്വം കൊടുക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ഞാൻ 12:30 വരെ പോകണമെന്ന് എൻ്റെ ചിന്ത. ഓക്കെ ആണല്ലോ, അതാ ഞാൻ പറഞ്ഞ സമയം കേട്ടോ. അതിൽ മുമ്പോട്ട് പോയി നിങ്ങൾ ആരും പെടങ്ങരുത്, പോവില്ല. ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയരെ, ഈ ദൈവത്തെ എത്ര പേർക്ക് വേണം? ഈ ദൈവവും പിശാചും എല്ലാം കൂടെ പിടിക്കരുത്. ഈ ദൈവം മാത്രം മതി, ഈ ദൈവം മാത്രം മതി, ഈ ദൈവം മാത്രം മതി. സ്തോത്രം. ഈ ദൈവം എന്നെ നടത്തും, ഈ ദൈവം എന്നെ നടത്താൻ ശക്തനാ. മറ്റൊന്നിൻ്റെയും പുറകെ ഞാൻ പോകത്തില്ല എന്ന് റാൻഡി സാക്ഷ്യം പറഞ്ഞു. ഞാൻ കത്തോലിക്കായിരുന്നു, ഇപ്പോൾ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നടത്താൻ വിശ്വസന. അങ്ങ് ആശ്രയിക്കണം, മുറുകെ പിടിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ബൈബിളിൽ എവിടെയൊക്കെ അത്ഭുതം കാണും അവിടെ കൈവച്ചേച്ച് പറയണം, ഈ ദൈവം എൻ്റെയും ദൈവം. ഇവിടെ ഇന്ന് കുറേ സാക്ഷ്യങ്ങൾ കേട്ടു. മുഴ മാറി, ആമേൻ, സ്തോത്രം, അങ്ങനെ സൗഖ്യമായി, ഇങ്ങനെ സൗഖ്യമായി, തൈറോയിഡ് മാറി, അല്ലേ, അത്ഭുതങ്ങൾ ചെയ്തു, പ്രവചിച്ചു. പറ, ഈ ദൈവം എൻ്റെയും ദൈവം. മുഴ ഉണ്ടെങ്കിൽ അവിടെ വച്ചേച്ച് പറ, ഈ ദൈവം എൻ്റെ ദൈവം. സ്തോത്രം. തളർന്ന ശരീരത്തിൽ കൈവച്ചേച്ച് പറ, ഈ ദൈവം എൻ്റെ ദൈവം. ആമേൻ. വിറയിലുള്ള ഭാഗത്ത് വച്ചേച്ച് പറ, ആമേൻ, സ്തോത്രം, ആ സൗഖ്യം കൊടുത്തത് എൻ്റെ ദൈവം. ആമേൻ. ചൊറിച്ചിൽ മാറ്റിയത് പറ വീണ്ടും, സ്തോത്രം, ഈ ദൈവം എൻ്റെ ദൈവമെന്ന്. സ്തോത്രം. പറഞ്ഞാൽ അത്ഭുതം കാണും, അല്ലേ? നമുക്കൊരു ദൈവമില്ലേ? സ്തോത്രം. നമ്മുടെ ദൈവം. സഭ പറ, ഈ ദൈവം ഞങ്ങളുടെ ദൈവം, അവൻ നടത്തിയിരിക്കും. സ്തോത്രം. ആമേൻ. സ്തോത്രം. അങ്ങനെയൊക്കെ പറയുമ്പോൾ വേറൊരുത്തെ ഇടയിൽ വരും, അവനെ നമ്മൾ ഗവനിക്കുകയും ചെയ്യരുത്. ആര്? ആ സ്തോത്രം. പിശാച് വന്നിങ്ങനെ കറങ്ങി വിട്ടു. നമുക്കൊരു ദൈവം ഉണ്ടടാ.
സ്തോത്രം. നിനക്ക് പറ്റുമെങ്കിൽ തടുക്ക്. രാജാവിൻ്റെയോടൊപ്പം കരം പിടിച്ച് നടക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഒരു നായും കുരയ്ക്കത്തില്ല, കുരയ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മൾ ജയത്തോടെ മുമ്പിലേക്ക് പോകും. സകലത്തെയും അതിജീവിച്ച് മുമ്പിലേക്ക് പോകാൻ നമുക്ക് പറ്റും. ഹല്ലേലൂയ. കാരണം നാം നടക്കുകയല്ല, നമ്മെ ദൈവം നടത്തുക. സ്തോത്രം. എനിക്ക് നടക്കേണ്ട കർത്താവേ, എന്നെ നീ നടത്തണമെന്ന് എത്ര പേർ പറയും? ഈ ദൂതൊക്കെ കേൾക്കുമ്പോൾ പറയണം, കർത്താവേ എന്നെ നടത്തണമേ എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പറയണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ 40 വർഷം ആമേൻ ഈ 430 സംവത്സരത്തെ അടിമത്വം ദൈവം തകർത്തി ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ചരിത്രം നമുക്കറിയാം. അതിന് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി ആരാ? എനിക്ക് സമയമില്ല കേട്ടോ, ഞാൻ ക്ലോക്ക് നോക്കിയതുകൊണ്ടാ പെട്ടെന്ന് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആരെയാ ദൈവം തിരഞ്ഞെടുത്തേ? മോശയെ ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം. മോശ ഹല്ലേലൂയ ഈ ദൗത്യം ദൈവം ഏൽപ്പിച്ചു. അവിടെ നിങ്ങൾ ഒരു വലിയ ചിന്ത വരണേ. ദൈവം നടത്തുന്ന ദൈവമാണ്. ആ നടത്തുന്ന ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരുത്തൻ നടത്താൻ വേണ്ടി നിൽക്കുക. ശുശ്രൂഷകരൊക്കെ അത് വളരെ ശ്രദ്ധിക്കണേ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ ദൈവത്തിന് മാറ്റമില്ല. അങ്ങനെ തന്നെ ദൈവം വ്യക്തിപരമായും അല്ലാതെയും നടത്തുമ്പോൾ ഇവിടെ ഒരു വലിയ കൂട്ടം ജനത്തെ ദൈവത്തിന് വേണ്ടി ആരുടെ നേതൃത്വത്തിൽ നടത്തുന്നു? മോശ നടത്തുക. പക്ഷെ ഈ ജനത്തെ നടത്തുന്ന ആരാ? ദൈവം. അതാ നമ്മൾ വായിച്ചത് നെഹെമ്യാ പ്രവചനം. ആ ഭാഗം നിങ്ങൾ വായിക്കണം. ആ ജനം മത്സരിച്ചതിനെ കുറിച്ചൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ടോ അതല്ല നമ്മുടെ വിഷയം. സ്തോത്രം. ഇവിടെ ആമേൻ സ്തോത്രം. ഈ മിസ്രൈമിൽ നിന്ന് ഈ ജനത്തെ പുറപ്പെടുവിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. ദൈവദാസന്മാർ വളരെ ഗൗരവത്തോടെ എടുക്കണം. നടത്തുന്ന ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്നാ നടക്കുമെന്ന് എനിക്ക് വലിയ ആവേശം അത് പറയാൻ. സ്തോത്രം. നടത്തുന്ന ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്നാ നടക്കും? ആമേൻ. മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന് ഈ ജനത്തെ പുറപ്പെടുവിച്ച് ദൈവത്തിന് വേണ്ടി നടത്തുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ടാസ്കേ അല്ല. ആമേൻ സ്തോത്രം. കാരണം എന്ന് പറയാൻ ഏകദേശം 23,000 സങ്കല്പങ്ങളുള്ള സ്ഥലമാണേത്? മിസ്രൈം എന്ന് പറയുന്നത്. എത്രയുണ്ട്? 23,000 ദേവീ ദേവ സങ്കല്പങ്ങളുണ്ട്. എനിക്കത് വിശദീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഏതെങ്കിലും ഉപവാസ പ്രാർത്ഥനയിൽ വിശദീകരിക്കാം. കാര്യം അത്രമാത്രം ശക്തമായ ആമേൻ വിഗ്രഹാരാധനയുടെ ശക്തി നിലനിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ മിസ്രൈം എന്ന് പറയുന്ന സ്ഥലം. അവിടെയാ ഹല്ലേലൂയ അടിമപ്പെട്ട് കിടക്കുന്നത്. സ്തോത്രം. അവരുടെ ദൈവം എന്ന് പറയുന്നത് സൂര്യനാ. അവരുടെ ദൈവം ആരാ? നമുക്കിതൊന്നും അറിയത്തില്ല. സ്തോത്രം. ഒന്നിനും മാറ്റമില്ല കേട്ടോ. ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചപ്പോൾ പേരുകൾ മാറിയതേ ഉള്ളൂ. എല്ലാം ഗണിക്കുന്നതും ഗുണിക്കുന്നതും കാലങ്ങളെല്ലാം അന്നും കറക്റ്റാ. സ്തോത്രം. എല്ലാം ബൈബിളിനകത്തുള്ളത് തന്നെയാണ്. സ്തോത്രം. ഈ ഹല്ലേലൂയ ഒരുപാട് വിഷയങ്ങൾ. അപ്പൊ സൂര്യനാണ് ഹല്ലേലൂയ. അതിന്റെ ഭാര്യയായിട്ട് അവർ പറയുന്നത് ഭൂമിയെയും ചന്ദ്രനെയും. അന്നത്തെ വിശ്വാസം. നിങ്ങൾ അവിടുത്തെ എല്ലാ പ്രവൃത്തികളും ഞാൻ ഈ പറയുന്ന വെച്ച് ബൈബിൾ വായിക്കുമ്പോഴും ചരിത്രം നിങ്ങൾ നോക്കിയാൽ അവിടുത്തെ എല്ലാ പ്രവൃത്തികളും ഇതുമായി ബന്ധപ്പെട്ട ആരാധനയും മന്ത്രവാദങ്ങൾ. അതുകൊണ്ട് ഒരുപാട് മന്ത്രവാദങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. മോശ കൊണ്ട് വടിയിട്ടപ്പോൾ എന്നായി? സർപ്പമായി. മന്ത്രവാദികൾ എന്നെ എടുത്തു. ഞാനും ചെയ്യും. അത് പറയാൻ കപ്പാസിറ്റി ഉള്ള ഐറ്റങ്ങളാണ് അവിടെ ഉള്ളത്. സ്തോത്രം. അത് മനസ്സിനകത്ത് വരണം. അപ്പൊ അവിടെ അത്ര എളുപ്പമല്ല ഈ ഹല്ലേലൂയ ജനത്തെ പുറപ്പെടുവിക്കാൻ. അതിന്റെ ആളാണ് ആര്? ഫറവോൻ എന്ന് പറയുന്നത്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. വലിയ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. സ്തോത്രം. ആമേൻ സ്തോത്രം. അവിടെ ഇതെല്ലാം കഴിഞ്ഞ് ഇതിനേക്കാൾ ഏറ്റവും വലിയ ദൈവമാണ് നൈൽ എന്ന് പറയുന്നത്. ദേവനാണ്. നൈൽ നദി അവരുടെ ദേവനാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ വിനു ബ്രദറെ, ശ്രദ്ധിച്ച് കേട്ടെ. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാൻ ഞെട്ടിപ്പോകത്തില്ലേ? നിങ്ങളിങ്ങനെ കാണിച്ച സ്തോത്രം. പുള്ളി തിരിഞ്ഞു കടിക്കത്തില്ല, അതുകൊണ്ടാ പറഞ്ഞു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ. നൈൽ നദി എന്ന് പറയുന്നത് അവരുടെ ദൈവമാണ്. ബാക്കി എല്ലായിടവും നദി ദേവതയാണ്, അവിടെ ദേവനാണ്. ആമേൻ സ്തോത്രം. നമ്മുടെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നദികളെല്ലാം ദേവതയാണ്. ഗംഗ, യമുന, പിന്നെ ഏതാ? കാവേരി. പിന്നെ ഒരു ദൈവമുണ്ട്. ഏതാ? ആണിന്റെ പേരിൽ പറഞ്ഞ ഒരു നദിയുണ്ട്. ഏതാ? ബ്രഹ്മപുത്ര. ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാ പറഞ്ഞ ആ നദിക്ക് പേരിട്ടിരിക്കുന്നത്. അങ്ങനെയാ. പക്ഷെ അവിടെ നേരെ തിരിച്ച നൈൽ അവരുടെ ദൈവമാണ്, ശക്തനായ ദൈവം. രാത്രി ഇതൊക്കെയാണ് പറയുന്നത്. ഇതാ പറഞ്ഞ് കേൾപ്പിച്ചു തരേണ്ടത് നിങ്ങൾക്ക്. സ്തോത്രം. ഇതാ കേൾക്കേണ്ടേ. ചുമ്മാ പേടിച്ച് ഇങ്ങനെ കിടക്കാനല്ല. സ്തോത്രം. ഏതിന്റെ തലയും തകർത്തോണ്ട് പുറത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി വരണം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്തോത്രം. ശക്തിയോടെ കരുത്തോടെ നമ്മൾ നിൽക്കണം. സ്തോത്രം. അങ്ങനെയുള്ള ശക്തമായ ആമേൻ ഹല്ലേലൂയ ആരാധനയും ഇതൊക്കെ ഉള്ളതാണ്. അതിന് ബൈബിളിൽ എഴുതിയിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എല്ലാം നല്ല അറിവുള്ളവനാണ് ആര്? മോശ. സകല വിദ്യയും അഭ്യസിച്ചവനാണ് മോശ. മിസ്രൈമിലെ സകല വിദ്യകളും അഭ്യസിച്ചു. സ്തോത്രം. ഇതിന്റെ എല്ലാ കളികളും പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ദൈവം പ്രയോജനപ്പെടുത്തുന്ന ഒരുവനെ ദൈവം വല്ലാതെ പണിയും. ഇപ്പൊ ദൈവത്തിന് ഈ ജനത്തെ നടത്തണം. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ജനത്തെ നടത്തിയേ പറ്റൂ. നടത്താൻ ഒരാൾ വേണം.
ഈ ജനത്തെ നടത്താൻ ഒരാളെ വേണം. സ്തോത്രം. ആ മനുഷ്യനെ ദൈവം ഒരുക്കുന്നത് അസാധാരണമായിട്ടാണ്. ആ നടത്തുന്ന മനുഷ്യനെ ദൈവം ഒരുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 40 വർഷം അവൻ കൊട്ടാരത്തിൽ, 40 വർഷം മരുഭൂമിയിൽ, പിന്നെ 40 വർഷം ദൈവത്തോടു കൂടെ. മോശയുടെ ജീവിതമാണ്. സ്തോത്രം. 40 വർഷം കൊട്ടാരത്തിൽ, അടുത്ത 40 വർഷം ആടുകളുടെ കൂടെയാണ്. മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുക. ഈ ആടിനെ മേയിച്ച് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഈ 6 ലക്ഷത്തെ നടത്താനായിട്ട് പുള്ളിക്ക് പറ്റിയത്. സ്തോത്രം. ഈ കൊട്ടാരത്തിലെ എല്ലാ വിദ്യയും പുള്ളി അഭ്യസിച്ച് സ്തോത്രം അവിടെ നിന്ന് ഒരു ബന്ധവുമില്ലാത്ത ഇടത്തോട്ട് പോയി. പുള്ളി പറഞ്ഞതാണ്, എനിക്ക് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനോടുള്ള നിന്ന അധിക ധനമെന്ന് പറഞ്ഞ് ശക്തമായ തീരുമാനത്തിൽ ഇറങ്ങിയ മനുഷ്യനാണ്. ഇപ്പൊ ആടിനെ മേയ്ക്കുക. സ്തോത്രം. ഞാൻ ഈ പറയുന്നത് ഒറ്റ കാര്യം പറഞ്ഞൊന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കണം. അത് ഒരു ആത്മസാന്നിധ്യത്തിലേക്ക് വരുമെന്ന എൻ്റെ ചിന്ത. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ വീണ്ടും നന്നായിട്ട് പ്രവചിക്കാനൊക്കെ ഉള്ള ഒരു കൃപ ഇന്ന് തരണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് വന്നേ. നിങ്ങളെ മുഖം കാണുമ്പോൾ ഏതാണ്ടൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. അത് ആത്മാവിലല്ല, അല്ലാതെ പറയാനാ തോന്നുന്നത്. സ്തോത്ര. ആത്മാവിൽ പ്രവചിക്കാൻ പറ്റിയ അത് വലിയ അനുഗ്രഹമാണ്. അത് കറക്റ്റ് സമയം തെറ്റാതെ നടക്കും, കൃത്യതയോടെ നടക്കും. സ്തോത്ര. കരം ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. സ്തോത്ര. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവര് ഹല്ലേലൂയ ഈ സൂര്യനെ പോലെ പ്രധാന ദൈവമായ നൈലിനെ ദൈവമായിട്ട് ദേവനായിട്ട് ആരാധിക്കുന്ന ഒരു സ്ഥലമാണേത്? ഈ മിസ്രൈം എന്ന് പറയുന്ന. സ്തോത്രം. അവിടെ നിന്ന് ഈ മനുഷ്യൻ ഈ ജനത്തെ പുറപ്പെടുവിക്കേണ്ടത്. പക്ഷെ ദൈവത്തിന് ഈ ജനത്തെ നടത്തിയേ പറ്റൂ. കാരണം ദൈവം നടത്തുന്ന ദൈവമാണ്. ആ നടത്തിയ അത്ഭുതങ്ങളെ കണ്ട മോശ അല്ല നടത്തുന്ന ദൈവമാണ്, നിങ്ങൾക്കറിയാം. പക്ഷേ ദൈവത്തിന്റെ നാവായും ദൈവത്തിന്റെ കരമായും നിൽക്കാൻ ഒരു മനുഷ്യനെ വേണം. ഇതിനകത്ത് അങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? പൊന്നു ദൈവമേ, നിന്റെ കൈ, നിന്റെ നാവ് ഞാനാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വേണ്ട പാസ്റ്റർ. ഇങ്ങനെ ഈ പറഞ്ഞ 21,000 എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ വേണ്ട. അല്ല വേറെ ഒരു പോറലൂലും ഏൽക്കാതെ ഞങ്ങളെ കൊണ്ടുപോയെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കർത്താവ് കൊണ്ടുപോകണം. മാറത്തടം ചൊല്ലി കൊണ്ടുപോകണം. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ? പിന്നെ നമ്മുടെ മത്സരങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടായി. ദൈവം ഒരു ദോഷവും വരുത്തിയില്ല. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ഒരു ദോഷവും വന്നില്ല. സകല ശത്രുക്കളെയും കീഴ്പ്പെടുത്തിയതേ ഉള്ളൂ. ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 23,000 ദേവസങ്കല്പത്തിലെ സ്തോത്രം. അതിനകത്ത് ഈച്ച വരെ ഉണ്ട്. ഈച്ച വരെ അവരുടെ ദൈവം. അതാ ബേത്സബൂൽ എന്ന് പുതിയ നിയമത്തിൽ കാണുന്നത്. ഭൂതങ്ങളുടെ തലവൻ ഈച്ചയാ. ആമേൻ. സ്തോത്രം. അതുവരെ അവിടുത്തെ ദൈവമാണ്. ഏകദേശം പിടികിട്ടിയല്ലോ. ഇതിന്റെ അകത്തേക്ക് ഒരുത്തനെ അയച്ച് ഈ ജനത്തെ എന്ത് ചെയ്യണം? പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആ തോളത്തെടുക്കും പോലെ ഈ ജനത്തെ ദൈവത്തിന് ഈ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മളെ നടത്താൻ പറ്റുമോന്ന് അറിയാനാണ് ഞാൻ പറയുന്നത്. ഈ സാത്താന്റെ കൂടിനകത്ത് നിന്ന് ഈ ജനത്തെ കർത്താവിന് എന്ത് ചെയ്യണം? പുറത്തു കൊണ്ടുവരണം. ശക്തമായിട്ട് കൊണ്ടുവരണം. ഈ ജനത്തെ വിടുവിച്ചെടുക്കണം. അതിന് കഴിയുന്ന ഒരു ദൈവമാണ് മോശ എന്ത് ചെയ്തത്? വിളിച്ചത്. സ്തോത്രം. ആമേൻ. എല്ലാ വിദ്യയും അഭ്യസിച്ച് ദൈവം ഇവനെ ഹല്ലേലൂയ കുറേ ട്രെയിൻ ചെയ്യിച്ച് ഒക്കെ ഒരുക്കുന്നുണ്ട്. ആ പശ്ചാത്തലമൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ചില സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന ഒറ്റപ്പെടലുകൾ, ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് തിരിഞ്ഞും മറഞ്ഞും കിടന്ന് പ്രയത്നിച്ചാലും കാര്യം ശരിയാകത്തില്ല. 40 വർഷം ആടിൻ്റെ കൂടെ കിടക്കണോ ദൈവം പറഞ്ഞ? ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, മിസ്രൈമിലെ നിക്ഷേപമൊക്കെ വിട്ടിറങ്ങിയതല്ലേ? അങ്ങ് വേണ്ടെന്ന് പറഞ്ഞതല്ലേ? നല്ല തീരുമാനം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് എന്നെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? എന്നെ എന്തിനാ ദ്രോഹിക്കുന്നത്? എന്നെ എന്തിനാ? ഒരു പിടിയുമില്ല. പക്ഷെ സമയമാകുമ്പോൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഇവന് ഹല്ലേലൂയ ആടിനെ മേയിച്ച് ആമേൻ ഹല്ലേലൂയ ഇവ ഇങ്ങനെ നടത്തുക. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെതായ വിളി നമ്മുടെ മേലുണ്ടെങ്കിൽ ആ വിധമായ ഒരു വ്യത്യസ്തമായിരിക്കും നമ്മുടെ ജീവിതം. വ്യത്യസ്തമായിരിക്കും. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇടുക. കൃത്യമായിട്ടും വ്യത്യസ്തമായിരിക്കും. അത് ഹല്ലേലൂയ വല്ലാത്ത നിലവാരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പണിയുന്ന മേഖലകൾ അതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഈ മോശയുടെ ജനനത്തിൻ്റെ സമയം നമുക്കറിയാം. അവൻ എന്ത് ചെയ്തു? കൊന്നുകളയാൻ തക്കവണ്ണം ശത്രു ശ്രമിച്ചു. ആരാ? എവിടെ എറിഞ്ഞാ കൊല്ലാൻ നോക്കിയേ? നൈൽ നദിയില കൊല്ലാൻ ശ്രമിച്ചു. ജനനത്തിങ്കൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഹല്ലേലൂയ ദൈവം അതിനെയൊക്കെ തടുത്തു. കർമ്മിണികളോട് ആമേൻ ഭർവം പറഞ്ഞു എന്ത് ചെയ്യണം? ജനിക്കുമ്പോൾ തന്നെ തട്ടിക്കളയണം. പക്ഷേ ദൈവം പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു തടുത്തു. നിങ്ങൾക്ക് ഹല്ലേലൂയ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണമേ. ആമേൻ. സ്തോത്രം. 2023 നല്ലതായിട്ട് വന്നിരിക്കുക ഈ രാത്രി. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. അടുത്ത ഹല്ലേലൂയ അപ്പനും അമ്മയ്ക്കും ആ കൊച്ചിനെ കൊല്ലാൻ തോന്നിയില്ല. കാര്യം എന്നതാ? അപ്പനും അമ്മയ്ക്ക് കൊച്ചിനെ കൊല്ലാൻ തോന്നാത്ത കാര്യം എന്നതാ? അത് അറിഞ്ഞൂടാ. ദിവ്യ സുന്ദരൻ എന്ന് കണ്ടു. അതുകൊണ്ടല്ലേ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? ദിവ്യ സുന്ദരൻ എന്നുള്ളിടത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കണ്ടു എന്നാ. എന്തോ ഭയങ്കര പ്രത്യേകതയുള്ള
അളവിൽ കണ്ടുവന്ന, അതുകൊണ്ടാണ് ഒളിപ്പിച്ചത് എന്നാ ബൈബിള് പറയുന്നേ. സ്തോത്രം. നമ്മൾ ഈ കാലം വർഷത്തിന്റെ അവസാനം ഞാൻ നിങ്ങളോട് പറയട്ടെ, പലതിനും പല സമയത്തും നമ്മളെ വന്ന് തൊടാൻ തോന്നിയതാ. മനസ്സിലായില്ലേ? കർമ്മിണികളുടെ രൂപത്തിൽ ഈ വാഗ്ദത്വമുള്ളവനെ തട്ടാൻ വന്നു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പനും അമ്മയും അവിവേകം കാണിക്കേണ്ടതാ, പക്ഷേ ഒരു എക്സ്ട്രാ പവർ കൊടുത്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 2023 അവസാനം ഈ സന്ദേശം നിങ്ങൾ ജീവനോടെ ഇരുന്ന് കേൾക്കുന്നത്, ആമേൻ ഹല്ലേലൂയ, ദൈവം അങ്ങനെ ഒരു അഭിഷേകം തന്നതുകൊണ്ടാണ്. ദൈവം നിന്റെ അകത്ത് വിശേഷതയുള്ള ഒന്ന് തന്നത് കൊണ്ട് മാത്രമാണ് വന്നവന് മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല, ഇവൾ സാധാരണക്കാരനല്ല എന്ന്, സാധാരണക്കാരി അല്ല എന്ന് വന്നവന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് നീ സന്തോഷത്തോടെ ഈ ദൂത് കേൾക്കുന്നത്. മനസ്സിലായവർ മാത്രം കർത്താവിന് നല്ല മഹത്വം കൊടുക്കണം. അങ്ങനെയെങ്കിൽ ആമേൻ സകല ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്തമുള്ള എന്നെയും നിന്നെയും സംരക്ഷിച്ച് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് കൊണ്ടിരുത്തിയത് ദൈവത്തിന് ചെറിയ പദ്ധതി ഉള്ളത് കൊണ്ടല്ല, അവന്റെ അസാധാരണമായ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേലുള്ളത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ നന്നായി സ്തുതിക്കണം. പിശാചിന് വലിയ കൊതിയുണ്ടായിരുന്നു. സ്തോത്രം. വലിയ കൊതിയുണ്ടായിരുന്നു പിശാചിന്, ഒരുപാട് കൊതിയുണ്ടായിരുന്നു സനൽ ബ്രദറെ. പിശാചിന് വലിയ ആശയുണ്ടായിരുന്നു, ഒന്ന് തൊടണം, കൊന്നുകളയണം, തകർക്കണം, തീർക്കണം എന്നൊക്കെ. പക്ഷെ പിശാച് വന്നു നോക്കിയോ, ബെബിനിൽ പാസിന്റെ അടുത്തും വന്നു, ഉറങ്ങിക്കിടന്നപ്പോഴൊക്കെ വന്നു പുള്ളി. സ്തോത്രം. പലയിടത്തും ശുശ്രൂഷിച്ചപ്പോൾ വന്നു, വണ്ടി ഓടിച്ചപ്പോൾ വന്നു, പല സന്ദർഭത്തിലൊക്കെ വന്നു നോക്കി. പക്ഷെ വന്നപ്പോൾ ഞാൻ തൻ്റെ അടുത്തോടെ പുള്ളിക്ക് മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല, ഇവനെ അങ്ങനെ തൊടാൻ പറ്റത്തില്ല, ഇത് വേർതിരിച്ചിട്ടേക്കുന്ന സാധനം. സ്തോത്രം. കർത്താവ് വേർതിരിച്ച സാധനം തൊടാൻ പറ്റത്തില്ല. ഒരുപാട് പേരെ നടത്താൻ ദൈവം തിരഞ്ഞെടുത്തതാ, തൊടാൻ പറ്റത്തില്ല. പിടിയിട്ടുന്നുണ്ടോ? ഈ ദൈവം ഇനിയും നടത്താൻ ശക്തനാ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ആ ഭാഗം പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അസാധാരണമായിട്ട് നമുക്ക് തോന്നും. ആ ഹല്ലേലൂയ അപ്പനും അമ്മയും ഈ കൊച്ചിനെ 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു. കേൾക്കാൻ സന്തോഷമുള്ളവർ മാത്രം ഒന്നുകൂടെ സ്തുതിച്ചേ. ആമേൻ. പെട്ടെന്ന് നിർത്തിയിട്ട് പ്രാർത്ഥിക്കണം, അതിനായി പാച്ചില്. ആമേൻ. അപ്പനും അമ്മയും 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു. സ്തോത്രം. 3 മാസം ഒളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പറ്റാതെയായി. ആമേൻ. പല കള്ളങ്ങളൊക്കെ പറഞ്ഞാണെന്ന് എൻ്റെ ചിന്ത. പെൺകുട്ടിയാണ് ജനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആമേൻ. സ്തോത്രം. എന്തോ 3 മാസം ഒളിപ്പിച്ചു. 3 മാസം ആയപ്പോൾ ഒരു ഞാങ്ങണ കൊണ്ട് എന്ത് ചെയ്തു? ഒരു പെട്ടകം ഉണ്ടാക്കി കീലും പശയൊക്കെ തേച്ച് ഈ നല്ല ചിരിക്കുന്ന ദിവ്യസുന്ദരനായ ഈ കുഞ്ഞിനെ എടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് മൂടി നൈൽ നദിയിലേക്ക് ഇറക്കി വെച്ചു. സ്തോത്രം. അയ്യോ ഫാസ്റ്റ് എങ്ങോട്ടാ പോകണം എനിക്കും അറിയത്തില്ല. ആമേൻ. നൈൽ നദിയിലോട്ട് ഇതിനെ ഇറക്കി വെച്ചു. നിങ്ങൾ ആ വീട്ടിലോട്ടൊന്ന് നോക്കണം. സ്തോത്രം. ഈ സമയം ആ വീട്ടിലോട്ട്, ഈ കൊച്ചിൻ്റെ വീട്, നമ്മളൊക്കെ ഇതിങ്ങനെ കഥ കാണും പോലെ, കാർട്ടൂൺ കാണും പോലെ ഇരുന്ന് കാണും. ആ വീടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ പ്രസവിച്ച അമ്മയെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം. ആ ജന്മം കൊടുത്ത അപ്പനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിച്ചാൽ പെട്ടെന്ന് കാര്യം പിടികിട്ടും. സ്തോത്രം. നമ്മൾ വിചാരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ വായിക്കുന്നു, നമ്മൾ മോശ ജനിക്കുന്നു, ദിവ്യസുന്ദരൻ, പെട്ടകത്തിൽ അതൊക്കെ നമ്മൾ വരച്ച് കാണിക്കും, അടിപൊളി പെട്ടകം അതിൽ വയ്ക്കുന്നു, ഒഴുക്കി വിടുന്നു, ഫറോക്ക് പുത്രി ഒന്ന് എടുക്കുന്നു, പാല് കൊടുക്കും, എന്നാ സംഭവം. സ്തോത്രം. പക്ഷെ ആ സിറ്റുവേഷനിലൂടെ ഒന്ന് കടന്നു ചെന്നേ, ആ ഹല്ലേലൂയ മേഖലയ്ക്കകത്തുകൂടെ നമ്മളൊന്ന് കടന്നു ചെന്നാൽ ഈ കുഞ്ഞിനെ കൊണ്ട് കുറച്ച് ഈ കൊച്ചിൻ്റെ ചിരിയും കളിയൊക്കെ 3 മാസം അമ്മ കണ്ടില്ലേ? 3 മാസം പാല് കൊടുത്ത കൊച്ചല്ലേ? സ്തോത്രം. നിങ്ങൾക്ക് പറ്റുമോ? നിവർത്തിയോടുകൊണ്ട് ചെയ്തതാ. അതിനകത്തോട്ട് കൊണ്ടുവച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ചിന്ത, ഈ അമ്മ ഒരു പ്രാന്തിയെ പോലെ കരയുന്നുണ്ടാവും. ജന്മം കൊടുത്ത കൊച്ചിനെ വലിച്ചെറിഞ്ഞ് ഞാൻ കൊന്നു എന്ന് പറഞ്ഞ്, കാരണം നൈൽ നദി പോയാൽ തിരിച്ചു കിട്ടുമോ? എന്നെ പെട്ടകം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കിട്ടും? എത്ര ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കും? ഈ അമ്മ ഭ്രാന്തിയെ പോലെ കിടന്ന് കരയുക, വല്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാതെയൊക്കെ കിടക്കുന്നുണ്ടാവും. എവിടെ? ഇതിനകത്ത് ഒരു ആത്മാർത്ഥമുള്ള അമ്മമാരും ഇല്ലേ? നൊന്ത് പറ്റി ആരും ഇല്ലേ? സ്തോത്രം. ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നില്ലല്ലോ അല്ലേ? കരഞ്ഞു കാണത്തില്ലയോ? കരഞ്ഞു. അപ്പൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പനും പിന്നെ കരയാൻ പറ്റത്തില്ല, അപ്പൻ കരയത്തില്ല. പുരുഷൻ കരഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ കരയില്ലേ? പുരുഷന്മാർ കരയത്തില്ല. അവരോട് ചോദിച്ചു നോക്കിയാൽ അധികം കരയത്തില്ല. അപ്പോൾ ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ചുമ്മാ അലച്ചങ്ങ് തീക്കും, ടെൻഷനല്ല, അലച്ച് തീക്കും, കരഞ്ഞു അലച്ചും തീക്കും. സ്ത്രീകൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ചുമ്മാ പറഞ്ഞു വാദോരാതെ പറഞ്ഞു അലച്ചും കരഞ്ഞും അവരങ്ങ് തീക്കും. അത് മനസ്സിലാവണമെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന റേഷ്യോ എടുത്താൽ മതി. 10ൽ 9 പുരുഷന്മാരും 1 സ്ത്രീയോ അറ്റാക്ക് വന്ന് ചാവുന്നേ. കാര്യം എന്താണെന്നറിയോ? കടിച്ചമർത്തി ഈ ഇരിക്കുന്ന വർഗം, ഞാൻ ഉൾപ്പെടെ എല്ലാം ഉള്ളിലൊതുക്കും. കണ്ണിൽ നിന്ന് കണ്ണീര് വരത്തില്ല, പൊട്ടിക്കരയാൻ പറ്റത്തില്ല,
കിടന്ന് അലച്ച് മറിയാൻ പറ്റത്തില്ല, എല്ലാം ഉള്ളിലൊതുക്കി കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് സംഭവിക്കുന്നേ. സ്തോത്ര. നിങ്ങൾ പഠിച്ചാൽ മതി, ദൈവത്തോർത്ത് ഉപദ്രവിക്കരുത്. ആമേൻ. ഉള്ള കാര്യമാണ് പറഞ്ഞേ. അപ്പൻ കണ്ണുനീര് പോലും ഒഴുക്കാൻ പറ്റാതെ അപ്പം ഭാര്യയ്ക്ക് ഇരട്ടി വിഷമാകത്തില്ലയോ? അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. അങ്ങനെ നരക തുല്യമായി വീടിരിക്കുമ്പോൾ നിങ്ങൾ ഹാലലിയ പുറത്ത് കണ്ടേ ആ കൊച്ചിൻ്റെ പെട്ടകം ഇങ്ങനെ ഒഴുകി പോവുക. സ്തോത്ര. സഹോദരി ചെന്ന് നോയിക്കൊണ്ട് നിൽക്കുക. ആ സഹോദരിയുടെ വിഷമം വലുതാ കേട്ടോ. സ്തോത്ര. ആ കൊച്ചിൻ്റെ ചിരിയും കളിയൊക്കെ കണ്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അല്ലയോ? പറ്റുമോടി? പറ്റത്തില്ല. പോ, എങ്ങനെ താങ്ങാൻ പറ്റും? നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ആമേൻ സ്തോത്രം, ഫറവോന്റെ മോള് വന്ന് ഈ പെട്ടകത്തെ പൊക്കി. സ്തോത്രം. എന്നാലെങ്കിലും ഒന്ന് ചിരിക്കുക. ഫറവോന്റെ മോൾ ആ വീട്ടിൽ കാര്യം നിങ്ങൾ കണ്ടേ ഇത് രണ്ടുമായിട്ട്. സ്തോത്രം. ഈ സഹോദരി ചെന്ന് ഓടിച്ചെന്ന് ചോദിച്ചു, പാല് കൊടുക്കാൻ ആളെ വേണോ? എന്നെ സഹോദരിയല്ലേ അത്? ഈ അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ അമ്മ കരഞ്ഞു കൂവി ആഹാരം പോലും കഴിക്കാതെ വല്ലാതെ കിടക്കുന്നിടത്ത് ഈ പൊങ്കച്ച് ഓടിക്കൊണ്ട് വരിക. അമ്മേ വാ, കൊട്ടാരത്തിൽ പോവാ. എന്നാത്തരാ? കൊച്ചിന് പാല് കൊടുക്കാൻ. മനസ്സിലായോ? വാഗ്ദത്തമുള്ള ആ ചെറുക്കൻ നിമിത്തം തള്ളയും തന്തയും കൊട്ടാരത്തിൽ കയറി. ഞാൻ ശാന്തമായിട്ട് പറയാം, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. എന്ത് സഹിച്ചാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഏറ്റെടുത്തോളണേ മക്കളെ. ആമേൻ. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹമായി മാറും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ഹല്ലേലൂയ ദേശത്തിൽ ദൈവം നിങ്ങളെ മാനിക്കും. സ്തോത്രം. നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ആത്മാവിൽ കണ്ടു നോക്കിയേ. ഈ അപ്പൻ്റെ അമ്മയുടെ സന്തോഷം എന്നായിരിക്കും? നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ കൊച്ചിനെ കയ്യിൽ കിട്ടിയെന്നല്ല, ഇപ്പം കൊട്ടാരത്തിനകത്ത് കയറി ഈ കൊച്ചിനെ എന്ത് ചെയ്യുക? വളർത്തുക. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് പറഞ്ഞ് വളരുക. അതിന് അർഹത അവനുണ്ട്. കൊട്ടാരത്തിലെ ചെറുക്കൻ എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം വളരുക. കൊട്ടാരത്തിലെ കൊച്ചെന്ന് പറഞ്ഞ് വളരുക. അവിടെ നിന്നാണ് ഇവന്റെ തീരുമാനമൊക്കെ. അവിടെ നിന്ന് അവൻ ഓടുന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇനി നിങ്ങളടുത്ത് അടുത്തൊരു ചിന്ത കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. സ്തോത്രം. നമുക്ക് ആമേൻ ഹല്ലേലൂയ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞു. ആമേൻ. ഈ നൈൽ നദി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ദേവനാ. സ്തോത്രം. ഈ പെട്ടകം ഏത് നദിക്കാത്ത? നൈൽ നദിക്കാത്ത. അപ്പൊ വാഗ്ദത്തോളം ഇപ്പൊ എവിടെ കൂടെയാ ഒഴുകുന്നേ? വാഗ്ദത്തോളം എവിടെ കൂടെയാ പോകുന്നേ? അതിന്റെ ആശയത്തിലോട്ട് കയറി പറഞ്ഞേ, അവന്റെ ഏറ്റവും വലിയ ദൈവത്തിന്റെ വാക്യത്തൂടെ അവൻ പോവുക. തൊടാൻ പറ്റിയോ? തൊടാൻ പറ്റിയോ? ആ ദുഷ്ടശക്തിയുടെ വാക്യകത്ത് കിട്ടിയിട്ട് തൊടാൻ പറ്റിയോ? ഒരുപാട് ദുഷ്ടജന്തുക്കൾ അതിനകത്തുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെ വിഴുങ്ങിയ നദി. ഇതൊക്കെ നമുക്കറിയാം. അതിന്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ. നടത്താൻ ദൈവം തീരുമാനിച്ചാൽ ഒടുക്കാൻ ഒരുത്തനും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ഇങ്ങനെ പറയും. സ്തോത്രം. നീ പിശാചിന്റെ നെഞ്ചത്ത് ചവിട്ടി നടന്നാൽ പോലും ആമേൻ സ്തോത്രം നിന്നെ തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. ആത്മാവിൽ കരുത്ത് പ്രാപിച്ചോളണം, ആത്മാവിൽ ബലം പ്രാപിച്ചോളണം. ആമേൻ സ്തോത്രം. നീ പിശാചിന്റെ നെഞ്ചത്ത് ചവിട്ടി നടന്നാൽ പോലും നിന്നെ തൊടാൻ പറ്റത്തില്ല പിശാചിന്. കാരണം നിന്നെ നടത്തുന്നത് ദൈവമാ, നിന്നെ സൂക്ഷിക്കുന്നത് ദൈവമാ. 2024 ആമേൻ ഹല്ലേലൂയ ഭയത്തെ എല്ലാം പുറത്താക്കി ആമേൻ ആത്മാവിൽ അഭിഷേകത്തോടെ നിങ്ങൾ പ്രവേശിക്കാനായി ദൂത് പറഞ്ഞ് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നന്നായിട്ട് കരമടിച്ച ദൂത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് പറ, ആമേൻ. ഒരു ശത്രുവിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു ശത്രുവിനും എന്നെ തൊടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംരക്ഷണ എന്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. സ്തോത്രം. ആമേൻ. നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിക്കണേ. ആമേൻ ഹല്ലേലൂയ. ഈ സഹോദരി അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തത് കൊണ്ട്, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നൈൽ നദിയിൽ നിന്ന് എടുത്തത് കൊണ്ട് അവന് മോശയെന്ന് പേരിട്ട് കൊട്ടാരത്തിൽ വളർത്തി. നിങ്ങൾ കണ്ണും പൂട്ടി പിശാചിനോട് ചോദിക്കണം, എന്നാടാ കയ്യിൽ കിട്ടിയിട്ട് നിനക്ക് തൊടാൻ പറ്റാത്തേ? കയ്യിൽ കിട്ടിയിട്ട് എന്താ തകർക്കാൻ പറ്റാത്തേ? നിങ്ങൾ പറയണേ കേട്ടോ. ഈ പ്രതിസന്ധി അനുഭവിച്ചവരൊക്കെ ഇതാണ്ട് പുതിയ വർഷമായി. എന്താടാ ഞാൻ കയറിയത്? പിശാചിനോട് ചോദിക്കണം, നിനക്കെന്തോ പറ്റിയില്ലേ തടുക്കാൻ? നീ ശ്രമിച്ചതല്ലേ? സ്തോത്രം. ഇവന്റെയൊക്കെ അകത്തുകൂടെ നടന്നിട്ടും അവന്റെ ക്വാർട്ടേഴ്സിൽ കയറിയിട്ടും തൊടാൻ പറ്റിയില്ല, തൊടാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. കാരണം ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നിൽക്കുന്നവരാ നമ്മള്.
ആമേൻ. ഈ ദൈവം എന്നും എന്നേക്ക് എൻ്റെ ദൈവമാണ്. അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തും. ജീവപര്യന്തം വഴി നടത്തും. ജീവപര്യന്തം നടത്താൻ ശക്തനായ ഒരു കർത്താവ് കൂടെ ഉണ്ടെന്ന് ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ വളരെ ആമേൻ ഹല്ലേലൂയ ശ്രദ്ധിക്കണം. ഈ ഹല്ലേലൂയ കൊച്ചനെ 40 കൊല്ലം കൊട്ടാരത്തില് അവിടെ നോടി. സ്തോത്രം. മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുക. ഇപ്പൊ ആ സംഭവമൊക്കെ നമുക്കറിയാം. ആടിനെ മേയിച്ച് മേയിച്ച് ഇപ്പൊ മോശ പറയുന്ന ഒരു സംഭവം ഉണ്ട്. പെട്ടെന്ന് നിർത്താമേ. ഇപ്പൊ മോശ പറയുന്ന ഒരു സംഭവം ഉണ്ട്. എല്ലാം കഴിഞ്ഞു, വയസ്സ് 80 ഇനി ആടുമായിട്ടുള്ള ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുക. കാരണം അവന്റെ എക്സ്പീരിയൻസ് അവനെ വേറൊരാളാക്കി മാറ്റി. അവന്റെ ജീവിത ശൈലി അവനെ വേറൊരാളാക്കി മാറ്റി. എന്നെ ശ്രദ്ധിക്കണേ. മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് അധിക ധനമെന്ന് പറഞ്ഞ മോശ അല്ല ഇപ്പോ. ആളാകെ തളർന്നു, ആളാകെ ക്ഷീണിച്ചു, പ്രായം തളർത്തി. ആമേൻ. സ്തോത്രം. ജീവിത സാഹചര്യം തളർത്തി എന്നൊക്കെ പറഞ്ഞ് തളരുന്നവരുണ്ട്. അവരോടുള്ള ദൂത. സ്തോത്രം. പക്ഷെ ഇവൻ തളർന്ന് ഇനി ഒന്നും കഴിയത്തില്ല, ഇനിയൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ സർവശക്തന്റെ ഇടപെടലുണ്ടായി. സർവശക്തൻ അവനെ വിളിച്ചു. എവിടെ നിന്ന് വിളിച്ചു? മുൾപ്പടർപ്പിൽ നിന്ന് വിളിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ. ആമേൻ. സ്തോത്രം. അവൻ ദൈവശബ്ദം കേട്ടു, അവൻ പോയി. പക്ഷെ ദൈവത്തോട് അവൻ തുറന്നു പറഞ്ഞു, എനിക്ക് കഴിയത്തില്ല. നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു വിഷയം, എനിക്ക് കഴിയത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ആശിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ എടുത്തു ചാടി നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരുത്തനെ കിട്ടിയ ഒറ്റ അടിക്ക് തീർക്കും. കർത്താവിനോടുള്ള എരിവുണ്ടാ. അങ്ങനെ എടുത്തു ചാടുന്ന ഒരു കാലം, ഒരു പ്രായം എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. അന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റത്തില്ല. ഈ ആടിന് തീറ്റി ആടിന്റെ പുറകെ മരുഭൂമി നടന്ന ആ ദർശനവും അതൊക്കെ അങ്ങ് പോയി. ഇപ്പൊ എനിക്ക് എൻ്റെ ഹൃദയം പറയുന്നത് എനിക്ക് പറ്റത്തില്ല. അത് മാത്രമല്ല, എനിക്ക് തടിച്ച നാവ, എനിക്ക് ഭയങ്കര വിക്ക. സ്തോത്ര. അപ്പൊ ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ നമ്മുടെ കുറവ് പറഞ്ഞ് അവിടെ ദൈവം ഇട്ടേച്ച് പോകത്തില്ല. സ്തോത്ര. കർത്താവ് അവിടെ പറഞ്ഞ ദൂത് എന്നതാ, എടാ നല്ല ഈ എന്നെ പറയണ്ടേ, തത്തയുടെ നാവ് പോലെ, അല്ലെങ്കിൽ ഈ നല്ല സംസാരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എന്നാ പറയുന്നത്, അങ്ങനെ നാവുള്ള നല്ല സംസാര ശേഷിയുള്ള ഒരുപാട് പേരുണ്ട്. അവന്മാരൊക്കെ നന്നായിട്ടാ സംസാരിക്കുന്നത്. പക്ഷെ അവന്മാരൊന്നും ചെന്ന് ചെങ്കടലിനോട് പറഞ്ഞാൽ ചെങ്കടൽ അനങ്ങച്ചില്ല. പക്ഷെ നിന്നെ ഞാൻ കണ്ടത്, നീ ചെന്ന് പറഞ്ഞാൽ ആ നാവ് മതി ചെങ്കടൽ രണ്ടായിട്ട് കീറും. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? അതുകൊണ്ട് ആരും പ്രായമായി കാലം കഴിഞ്ഞ് 2021 വയസ്സത്രയായി ശരീരത്തിന് ഇന്ന പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം എന്ന് പറഞ്ഞ് മടുത്തിരിക്കുന്നെങ്കിൽ ആമേൻ. സ്തോത്രം. നിന്നെ കണ്ട ദൈവം ഇന്ന് രാത്രി പറയുക, ആമേൻ, ഇവിടെ നിന്നൊരു പുതിയ ആരംഭം ദൈവം കുറിക്കാൻ പോകുക. ദൈവം നിന്നെ ആമേൻ സ്തോത്രം യഥാർത്ഥ ട്രാക്കിലേക്ക് വിളിച്ചിറക്കുക. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവൻ ഹല്ലേലൂയ അവസാനം മനസ്സോടെ ആമേൻ സ്തോത്രം എന്ത് ചെയ്തു? ദൂത് ഏറ്റെടുത്ത് ഇവൻ പോയി. സ്തോത്രം. ഇവൻ പോയി. ആമേൻ ഹല്ലേലൂയ. നേരെ മിസ്രൈമിന്റെ അകത്ത് ചെന്നു. മിസ്രൈമിനകത്ത് മോശ ആദ്യം ചെയ്ത കാര്യം പറയാൻ പറ്റുന്ന ഒരു കൈ ഉയർത്തി. മോശ ആദ്യം ചെയ്തത് സ്തോത്രം. ആദ്യം ചെയ്തത് സ്തോത്രം. അവിടെ ചെന്ന് ആദ്യം ചെയ്തത് നൈൽ നദിയുടെ മണ്ടക്കിട്ട് അടിക്കുകയായിരുന്നു. സ്തോത്രം. മിസ്രൈമിന്റെ അകത്ത് ചെന്ന് ആമേൻ സ്തോത്രം ആദ്യം മോശ ചെയ്തത് ഈ നൈൽ നദിയുടെ ആരാ ഈ നൈല്? സ്തോത്രം. അവനെ തകർക്കാൻ നോക്കിയവനിട്ട് അവന്റെ ഉച്ചക്കിട്ട് ആദ്യം അടിച്ചു. അവനെ വിഴുങ്ങാൻ നോക്കിയ ശത്രുവിനിട്ട് ആദ്യത്തെ അടി അടിച്ചു. ആർക്കെങ്കിലും അടിക്കാൻ താല്പര്യം തോന്നുന്നുണ്ടോ? 2024 ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു ബലം തന്നാൽ, ദൈവം നിന്നെ ശക്തീകരിച്ചാൽ, ദൈവം നിനക്ക് കൃപ തന്നാൽ, നിന്റെ കുടുംബത്തെയും തകർത്തതിനെ നീ വിടരുത്. നിന്നെ തകർക്കാൻ നോക്കിയതിനെ വിടരുത്. അത് വാഴാൻ അനുവദിക്കരുത്. അതിനെ വച്ചേക്കരുത്. ദൈവം അവന് അധികാരം കൊടുത്ത് വടിയും കൊടുത്ത് വിട്ടപ്പോ ആമേൻ ദൈവം പറഞ്ഞടാ, നീ തൊടുന്നെങ്കിൽ ആദ്യം നിന്നെ തകർക്കാൻ നോക്കിയതിനെ നീ തൊടണം. സഭയോട് ഞാൻ പറയുന്നു, പുതുവർഷത്തിൽ പ്രവേശിച്ച് നിൽക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉപവാസം തുടങ്ങിയിരിക്കുക. സ്തോത്രം. ഉപവാസ പ്രാർത്ഥന തുടങ്ങിയിരിക്കുക. ഇതിന്റെ കൂടെ എന്തിനാണെന്നറിയോ പ്രാർത്ഥിക്കുന്നേ? ഇന്നലകളിൽ തകർത്തതിന്റെ മുമ്പിൽ വാലും ചുരുട്ടി മാളത്തിൽ ഒതുങ്ങിയിരിക്കാനല്ല. ആമേൻ സ്തോത്രം. എന്നെയും ആമേൻ സ്തോത്രം തലമുറയെയും ഇന്നലകളിൽ ഹല്ലേലൂയ ആരാധിച്ച പലരെയും തകർക്കാൻ ശ്രമിച്ചതിനെ ദൈവം കരത്തിലേൽപ്പിക്കും. സ്തോത്രം. ആമേൻ. അവനെ അടിക്കുക എന്നതാണ് ആമേൻ ദൈവം മോശയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. ആദ്യം തൊട്ടത് അവരുടെ ഏറ്റവും വലിയ ദൈവമെന്ന് പറയുന്ന നൈലിനെ ആയിരുന്നു. ഇവനെ വിഴുങ്ങാൻ ശ്രമിച്ച ആമേൻ അന്ധകാര ശക്തിയായിരുന്നു ഇവന്റെ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഒരുമിച്ച് ജനിച്ച പലതിനെ വിഴുങ്ങിയ ശത്രുവിനെ അവൻ അടിച്ചു. സ്തോത്രം. ദൈവം നിയോഗം തന്നാ സ്വീകരിക്കൂ.
ഏമേൻ. ഞാൻ ഇങ്ങനെ ഈ ടൈപ്പിൽ പറയണത് എന്നാണെന്നറിയോ? നമുക്ക് 12:30 ക്ലോസ് ചെയ്യണം. ഇടിച്ചിറക്കാൻ ശ്രമിക്കുക. തയ്യാറുണ്ടോ? തൊടത്തില്ല കേട്ടോ. സ്തോത്രം. ദൈവം പറഞ്ഞു, അതാ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഒറ്റയടി. എൻ്റെ ഭാഷയെ പറഞ്ഞ അവൻ്റെ ഞരമ്പൊക്കെ പൊട്ടിപ്പോയി ഒറ്റയടിക്ക്. എൻ്റെ ഞരമ്പെല്ലാം പൊട്ടി ചോര ചീറ്റി പുറത്തോണ്ട്. വായിക്കണം പുസ്തകം അല്ലേ? അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ഒറ്റയടി അടിച്ചു കൊടുത്തു. അതിൻ്റെ പവറൊക്കെ ഭയങ്കര കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നത് എളുപ്പമല്ല. ഈ പറഞ്ഞ ഈച്ചയെ തൊട്ട് സകലത്തെ എന്ത് ചെയ്ത് ന്യായം വിധിച്ചു. അവൻ്റെ സകല ദേവന്മാരെയും ദേവിമാരെയും സകല അന്ധകാര ശക്തികളെയും ന്യായം വിധിച്ചു. ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ദൈവം നടത്തുമെന്ന് പറഞ്ഞാൽ, ഈ ദൈവം എൻ്റെ ദൈവം, അവൻ ജീവപര്യന്തം നടത്തുമെന്ന് പറഞ്ഞാൽ 1000 സൈന്യം പാളയമിറങ്ങി നിന്നാലും അതിനെ തകർത്ത് നമ്മെ ദൈവം നടത്തിയിരിക്കും. ഇവിടെ ഒരു ചോദ്യം സഭയോട് എനിക്കുണ്ട്. ഒരു മോശയെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ ഈ ദേശത്തിൽ ദൈവ സഭയെ നിർത്തിയാൽ നട്ടല്ലോടെ നിൽക്കുമെന്ന് പറയാൻ എത്ര പേരാ ഉള്ളേ? സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവനോട് ഇടപെട്ട കാര്യം ഞാൻ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ എന്നെ നടത്തി ഇതുവരെ കൊണ്ടുവന്നതുപോലെ ഒരു സമൂഹത്തെ നടത്തണം. പറ്റുമോ മക്കളെ? ഒരു സമൂഹത്തെ നടക്കണം. എവിടെയാ കിടക്കുന്നതെന്നറിയോ? പേര് കേട്ട അന്ധകാര ശക്തിയുടെ അധീനതയിൽ കിടക്കുക. 2024 ദൈവം പണ്ടേ നിർണയിച്ച 630 സംവത്സരത്തെ അടിമത്വം തകർത്ത് മുമ്പോട്ടൊരു ജനത്തെ നടത്തിയതുപോലെ 2024 ഒരു വലിയ സമൂഹത്തെ പുറത്തെടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച് ആ നിയോഗം എൻ്റെ കയ്യിൽ തന്നാൽ പറ്റുമോ? അതിൽ ചിലതാ നിന്നെ ഇന്നലെ ചൊറിഞ്ഞത്. എൻ്റെ ഭാഷയിൽ നാളെ നീ അടിക്കാൻ ദൈവം നിർണയിച്ചതൊന്നല്ലാതെ നിന്നെ ആക്രമിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ ഹാലുൽ ഇവിടെ നിന്നുകൊണ്ട് പറയാം, ദൈവം നമ്മെ ശക്തീകരിക്കാൻ പോകുക, ദൈവം നമ്മെ ബലപ്പെടുത്താൻ പോകുക. ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ അധികാരപ്പെടുത്താൻ പോകുക. സ്തോത്രം. നമ്മെ ദൈവം നടത്തുമ്പോൾ ആമേൻ, നടത്തേണ്ട ചിലരെ നമ്മിൽ കൂടെ ദൈവം നടത്തും. ദൂത് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഫറവോൻ എത്ര പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം മോശ പിടിച്ചു നിന്നു, ഉറച്ചു നിന്നു. ദൈവം അവനെ നിർത്തി. ആമേൻ. അടിമനുഖം തകർന്ന് ഇവര് പെസകയും ചോരത്തെളിയും ആചരിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങി. ഈ ദൈവം എൻ്റെ ദൈവം. പിശാച് എവിടെ അതിര് വച്ചിരുന്നാലും നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരടിമ നുഖത്തിനകത്ത് നീ കിടക്കാൻ പറ്റത്തില്ല. സകല അടിമ നുഖങ്ങളും പൊട്ടാൻ പോകുക. ഈ വർഷത്തിൽ കുതിക്കാൻ പോകുക ദൈവത്തിന്റെ സഭയും ദൈവജനവും. സ്തോത്രം. അവർ പുറത്തിറങ്ങി ഉത്സാഹത്തോടെ പാട്ടും പാടിപ്പോയി. ഫറവ മുമ്പോട്ട് വിട്ടില്ല അല്ലേ? പുറകെ വന്നു. സ്തോത്രം. പുറകെ വന്നപ്പോ നമുക്കറിയാം, ഞാൻ എൻ്റെ ഒരു സന്തോഷമായി പറയുന്നേ. ആമേൻ. സ്തോത്രം. ഇവരെവിടെന്നാ വലിച്ചെടുത്തേ? മോശ എവിടെന്നാ വലിച്ചെടുത്തേ? വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തോണ്ടാണ് മോശ എന്ന് പേരിട്ടത്. സ്തോത്രം. അതായത് നൈൽ നദി അവരുടെ ദൈവത്തിന്റെ വാക്യകത്ത് നിന്ന് വലിച്ചെടുത്തതാ. സ്തോത്രം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്തിനാ ദൈവം വലിച്ചെടുത്തേ? അവനെ അന്ന് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തപ്പോ ആ രാത്രിയിൽ 6 ലക്ഷം ജനത്തെ ഇവൻ വലിച്ചെടുത്തു വെള്ളത്തിൽ നിന്ന്. സ്തോത്രം. 6 ലക്ഷം ജനത്തെ ഈ മോശ വലിച്ചെടുത്തു ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വെള്ളത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാകുന്നു? എന്നെയും നിന്നെയും കർത്താവ് വിടുവിച്ചെങ്കിൽ ആമേൻ സ്തോത്രം, നമ്മുടെ മേൽ ഹല്ലേലൂയ ദൗത്യം കിടപ്പുണ്ടെന്ന് മറന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. തകർക്കാൻ നിന്ന പിശാചിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തി നിന്നെ കൊണ്ടുവന്നെങ്കിൽ ആമേൻ, ഒരു വലിയ സമൂഹം നിന്റെ പുറകിലുള്ളതിനെ വലിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. അതിനുള്ള അധികാരം നിന്റെ അകത്തുണ്ട്. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ പറഞ്ഞ് അവസാനിപ്പിക്കുക. ആമേൻ. അല്ലെങ്കിൽ അത് വിശ്വസ്തതയാകത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ ആണ്ടിന്റെ അവസാനം ഇതാ പുതിയ 2024 നമ്മൾ പ്രവേശിച്ചിട്ട് നിൽക്കുക. അതിലെ മിനിറ്റുകൾ നീങ്ങി നിൽക്കുക. സ്തോത്രം. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക, ആമേൻ ഹല്ലേലൂയ, അതേ ദൈവം എൻ്റെ ദൈവം. ആ ദൈവം നമ്മെ നടത്തും, ശക്തമായി നടത്തും, വ്യക്തതയോടെ നടത്തും. എനിക്ക് ഹല്ലേലൂയ ഒരു സന്തോഷം അതിൻ്റെ അകത്ത് പറയാൻ പറ്റും. അങ്ങനെ ഒരു അധികാരം തന്നപ്പോൾ സ്വീകരിച്ചത് കൊണ്ട് എനിക്കറിയാം കുറേ പേരെ വലിച്ചെടുക്കാൻ പറ്റി. ഞാൻ ഈ സഭയോട് എന്നെ കേൾക്കുന്നവരോട് സന്തോഷത്തോടെ ആവേശത്തോടെ പറയട്ടെ, ഒരുമിച്ച് ദൈവസഭ പറയണം, ഞങ്ങൾ നിൽക്കും. ഏത് ഹല്ലേലൂയ ഫറവോന്റെ അടിമനുഖത്തെയും തകർക്കാൻ ദൈവം നമുക്ക് നിയോഗം തരും. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആത്മീക ഭൗതിക വിഷയങ്ങളിൽ ശക്തിയോടെ നടത്താൻ പറ്റുന്ന ദൈവമാണ് ഈ ദൂത് പറയുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. അത് ചെറിയ ചിന്തയായിട്ട് നിങ്ങൾ എടുക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവം ഹല്ലേലൂയ നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മിൽ കൂടെ ദൈവം അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. നാം നിമിത്തം ചിലർ നടക്കാൻ പോകുക.
ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് നമ്മൾ നിമിത്തം ഒരു വലിയ സമൂഹം നടക്കാൻ പോകുക. എത്ര പേർക്ക് തയ്യാറുണ്ട്? സ്തോത്രം. നമ്മളൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് പിരിയും. പക്ഷേ ഇന്ന് രാത്രി ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ട്, സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം കൈയടിപ്പിച്ച് അങ്ങനെയൊക്കെ ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറഞ്ഞേ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാകുന്നുണ്ട്? വ്യക്തിപരമായിട്ട് ആ ദൂത് ഏറ്റെടുത്ത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലം കായ്ക്കണ്ടേ, നമുക്ക് മുമ്പിലേക്ക് നീങ്ങണ്ടേ? ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നടത്താൻ ഒരു ദൈവമുണ്ടെങ്കിൽ ഒന്നാമത് ആ ദൈവകരത്തിലേക്ക് നമ്മളെ ഏൽപ്പിക്കുക. രണ്ട്, ആമേൻ, സ്തോത്രം, വളരെ ആവേശത്തോടെ ഞാൻ പറയട്ടെ, ചിലതിനെ നടത്താൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ആ ദൗത്യം നമ്മൾ ചെയ്യുക. സകല ദുഷ്ടശക്തികൾ നമ്മുടെ കാൽ കീഴെ ചതഞ്ഞു പോകാൻ ഇടയായിത്തീര്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ വെളിപ്പാടുകൾക്ക് പഞ്ഞമുണ്ടാകത്തില്ല, ദർശനത്തിന് പഞ്ഞമുണ്ടാകത്തില്ല. ആമേൻ, ഒന്നിനും ഹല്ലേലൂയ ബുദ്ധിമുട്ട് വരാതെ ദൈവസഭയെയും ദൈവം ഹല്ലേലൂയ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ആ വാക്യം ഞാൻ പറയുന്നു, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ ജീവപര്യന്തം വഴി നടത്തും. പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുക. ഈ രാത്രി ഹല്ലേലൂയ ഒരു ഉറപ്പോടെ, വലിയൊരു ധൈര്യത്തോടെ എൻ്റെ കർത്താവ് എന്നെ നടത്തുമെന്ന വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ആഴമായിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പുതുവർഷത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ എല്ലാ നിറവും എല്ലാ കൃപകളും പ്രാപിപ്പാൻ തക്കവണ്ണം ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ നമ്മളെ സമർപ്പിക്കാൻ പോകുക. ഒരു പാട്ടിൻ്റെ വരികൾ പാടും. സ്തോത്രം. നന്മ പ്രാപിക്കും, തിന്മ തൊടത്തില്ല. ആമേൻ, എൻ്റെ യാത്രയിൽ ഖേദം വരച്ചില്ല, കാരണം ദൈവം നമ്മെ നടത്തും. ഒരുപാട് വരികളുണ്ട്. പാട്ട് അറിയാമെന്നുള്ളവർ ഹല്ലേലൂയ ചേർന്ന് പാടുക. അറിഞ്ഞുകൂടാത്തവർ ആമേൻ ശക്തിയോടെ ആ ദൂതിൻ്റെ ബലത്തിൽ ഇന്ന് രാത്രി നന്നായി കരമടിച്ച് ഉത്സാഹത്തോടെ ആരാധിക്കണം. സ്തോത്രം. ആമേൻ, പുതുവർഷം ദൈവം നമുക്ക് തന്നതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? പ്രസംഗിച്ച് നമ്മൾ പുതുവർഷത്തിൽ കയറി, ശക്തമായ ദൂത് കേട്ട് കയറി. അതെല്ലാം സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്ര. നമ്മുടെ ഭവനങ്ങളിൽ അത് നടക്കുക, നമ്മുടെ സഭയ്ക്കകത്തത് നടക്കുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വലിയ സന്തോഷത്തോടെ, മറ്റൊന്നിനും നമുക്ക് സമയമില്ല, വലിയ സന്തോഷത്തോടെ നമ്മളൊന്ന് ആരാധിക്കുക. എല്ലാ കണ്ണുകളും അടച്ച് ആമേൻ, ഹല്ലേലൂയ കേട്ട ദൂതിൻ്റെ മുമ്പാകെ സംസാരിപ്പാൻ നിങ്ങൾക്കുള്ളത് ദൈവത്തോട് പറഞ്ഞ് കണ്ണടച്ച്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അപ്പാ ഈ 2023 മുഴുവന് നീ എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ ആമേൻ, സ്തോത്ര. ഈ അളവിൽ ഇന്ന് രാത്രി ഈ ദൂത് കേട്ട് ഞാൻ ആരാധിക്കുന്നത് നന്ദി അപ്പാ. കുറച്ചുകൂടെ അടുത്തിരിപ്പാ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാ. ആമേൻ, ഏറ്റവും ശ്രേഷ്ഠമായി എന്നെ നടത്താമെന്ന് അങ്ങ് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലത് തകരും കേട്ടോ ഇന്ന് രാത്രി. ആമേൻ, നിന്നെ മുമ്പോട്ട് വിടാത്ത സകലത്തെ ഉടയ്ക്കും. നീ ശത്രുവിന്റെ വായ്ക്കകത്ത് വീണാൽ പോലും നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ 2023-24 പ്രത്യേകത വ്യക്തതയോടെ ആലോചന. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് കേട്ട് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞതെന്ന് നല്ല ആലോചന തന്ന് വഴി നടത്തുന്ന ഒരു അസാധാരണ സമയം. പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ അങ്ങനെ പകർച്ച വേണം, എന്നെ നീ നടത്തണം. ആമേൻ, ഹല്ലേലൂയ. ദൈവമായി ഇസ്രായേൽ ജനത്തെ നടത്തിയപ്പോൾ അവർക്ക് ആഹാരത്തിന് മുട്ട് വന്നില്ല. അവരുടെ ഹല്ലേലൂയ അവരെ നടത്തേണ്ടതിന് നല്ല ആത്മാവിനെ കൊടുത്തു. രണ്ടും വേണമെന്ന് പറ. എൻ്റെ ഭൗതികത്തിൽ മുട്ടുവരാതെ എന്നെ നടത്തണം. എനിക്ക് ആലോചന നടത്താൻ പരിശുദ്ധാത്മാവിനെ വേണം. രണ്ട് കാര്യങ്ങളും പറ. നിയോഗത്തിനായി ഏൽപ്പിക്കാൻ പറ്റുന്നവർ നിയോഗത്തിനായി ഏൽപ്പിച്ച് ശബ്ദമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ച് ചില മിനിറ്റുകൾ എല്ലാവരും സ്തോത്രം ചെയ്ത് ഈ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ, ഹല്ലേലൂയ, പുതുവർഷം തന്നതിനായി ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്ത്, പുതുവർഷത്തിൽ സഭയെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം ചെയ്ത്, നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്ത്, അത് വിശ്വസിച്ച് സ്തോത്രം ചെയ്ത്, അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്ത്, ശബ്ദമുയർത്തി സ്തോത്രം ചെയ്ത് നീ കരമുയർത്തി സ്തുതിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ചില ശത്രുവിന്റെ ശക്തികളെ നിന്റെ മുന്നേറ്റത്തെ തടുക്കുന്ന, നീ നടക്കേണ്ട പാതയിൽ പതിയിരിക്കുന്ന ശത്രുവിന്റെ ശക്തികളെ തമ്പുരാൻ ഇറങ്ങി തകർക്കുകയാ. തിരുവെഴുത്ത് പറയുന്നത് പോലെ ആമേൻ, സ്തോത്രം, വാഴ്ചകളും അധികാരങ്ങള് ഈ അന്ധകാരത്തിന്റെ ലോക അധിപതിയും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയും ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തികളെ ഉടയ്ക്കുന്നൊരു ആമേൻ രാത്രിയായി മാറുകയാ. ആമേൻ, താമ്ര കഥകുകളെ തകർച്ച് ഇരുമ്പോടാമ്പലിനെ ഖണ്ഡിച്ച് തന്റെ മക്കൾക്ക് വേണ്ടി വഴി തുറക്കുകയാ. സെരുബാബേലിന്റെ മുമ്പിലെ മഹാപർവ്വതം സമഭൂമി ആയതുപോലെ ഈ വചനത്തിന്റെ ശക്തിയിൽ ഈ ആണ്ടിന്റെ ആരംഭത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നു.
വിശ്വസിച്ച് ദൂത് ഏറ്റെടുത്തവന് ഇന്ന് രാത്രി ദൈവം പാത നിരച്ചുകയാ. 2023 മുഴുവൻ അസാധ്യമെന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കരുത്തുള്ളവർ ആ കരമടിച്ച് ചേർന്ന് ശക്തിയോടെ സന്തോഷത്തോടെ